നാളെ പോളിംഗ് ബൂത്തിലേക്ക് 70 മണ്ഡലങ്ങളിൽ ഒറ്റഘട്ടമായി വോട്ടെടുപ്പ്. നിശബ്ദ പ്രചാരണത്തിലും വോട്ടുറപ്പിക്കാൻ നേതാക്കൾ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമാക്കി കോൺഗ്രസ്. സംസ്ഥാന നേതൃത്വത്തിന്റെ അഭിപ്രായം ആരാഞ്ഞ ഹൈക്കമാൻഡ്. VS ജോയി, ആര്യാടൻ ഷൌക്കത്ത് തുടങ്ങിയവർക്ക് പുറമെ വനിതാ മുഖവും പരിഗണനയിൽ. CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിനെതിരായ പ്രതിഷേധം തെരുവിലേക്ക്. PK ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച് പ്രകടനം. കാസർഗോഡ് ജില്ലാ സമ്മേളനം നാളെ. 317 പ്രതിനിധികൾ പങ്കെടുക്കും. മലപ്പുറം മഞ്ചേരിയിൽ വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ചു. 18കാരി ഷൈമ മരിച്ചത് വിവാഹം ഉറപ്പിച്ചതിന് പിന്നാലെ. ആത്മഹത്യക്ക് ശ്രമിച്ച ആൺസുഹൃത്ത് ആശുപത്രിയിൽ. ബാലരാമപുരം കൊലക്കേസിൽ പ്രതിക്കായി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. അമ്മാവനെയും അമ്മയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ പോലീസ്. നെന്മാറ ഇരട്ട കൊലപാതക കേസ് പ്രതി ചെന്താമരയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വൻ സുരക്ഷാ വലയത്തിൽ തെളിവെടുപ്പ് നടത്താൻ പോലീസ്. രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങൾക്ക് പ്രധാനമന്ത്രി മറുപടി പറയുമോ? രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം ഇന്ന്. വഖഫ് കുംഭമേള വിഷയങ്ങൾ ഉയർത്തി പ്രതിഷേധിക്കാൻ പ്രതിപക്ഷം. കാനഡയ്ക്കെതിരെ പ്രഖ്യാപിച്ച ഇറക്കുമതി തീരുവ മരവിപ്പിച്ച് അമേരിക്ക. 1 മാസത്തേക്ക് നടപടി ഉണ്ടാകില്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അനധികൃത കുടിയേറ്റം തടയാൻ അതിർത്തിയിൽ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന് ജസ്റ്റിൻ ട്രൂഡോ. ഡൽഹിയിൽ നിശബ്ദ പ്രചാരണം. ഡൽഹി നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. 70 മണ്ഡലങ്ങളിലായി 1,56,00,000 വോട്ടർമാരാണ് നാളെ വിധി എഴുതുക. വാശിയേറിയ പോരാട്ടം നടക്കുന്ന രാജ്യ തലസ്ഥാനത്ത് സർവ്വസന്നാഹങ്ങൾ ഒരുക്കിയാണ് ആം ആദ്മി പാർട്ടിയും BJPയും കോൺഗ്രസും കളം നിറഞ്ഞത്. ER രാഗേഷ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. രാഗേഷ്, ഗുഡ് മോർണിംഗ്. വളരെ തണുത്ത പ്രഭാതമാണ് ഡൽഹിയിൽ. പക്ഷേ രാഷ്ട്രീയമായി നോക്കിയാൽ വളരെ ചൂടുള്ള ദിവസമാണ് ഇന്നത്തേത്. നിശബ്ദമാണെങ്കിലും അടിയൊഴുക്കുകളുടെ ദിവസം. ഈ ദിവസത്തിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെയാണ് ഡൽഹിയിലെ അടിയൊഴുക്കുകൾ, ചർച്ചകൾ, പ്രതീക്ഷകൾ? ശ്രീജ, ഗുഡ് മോർണിംഗ്. ഏതായാലും വാശിയേറിയ പ്രചാരണ കാലത്തിന് ഡൽഹിയിൽ അവസാനമായിരിക്കുന്നു. നാളെ വോട്ടെടുപ്പാണ്. 1,56,00,000 വോട്ടർമാർ. ഡൽഹി ആര് ഭരിക്കുമെന്ന് നിശ്ചയിക്കും. ആം ആദ്മി പാർട്ടിക്ക് തുടർഭരണം ഉണ്ടാകുമോ, അതോ BJPയും അല്ലെങ്കിൽ കോൺഗ്രസും തിരിച്ചു വരുമോ? ഇതാണ് ഡൽഹി ഉയർത്തുന്ന ചോദ്യം. ഏതായാലും ശക്തമായ പ്രചാരണം തന്നെയാണ് 3 കക്ഷികളും ഇവിടെ നടത്തിയത്. ഇന്നലെ പോലും വാക്പോരിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ ഇന്നലെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചു. അതായത് അവസാന മണിക്കൂറുകളിലും വലിയ വിമർശനം കമ്മീഷനെതിരെ ഉന്നയിച്ചു. അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അടുത്ത മാസം വിരമിക്കുമ്പോൾ അദ്ദേഹം ഏത് ഗവർണർ പദവിയാണ് ആഗ്രഹിക്കുന്നത്, അതിന് സമാനമായ നടപടികളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു. ഒപ്പം പ്രചാരണ യോഗങ്ങളിൽ കെജ്രിവാൾ പ്രധാനമായും കഴിഞ്ഞ കാലങ്ങളിൽ ആം ആദ്മി സർക്കാർ നടപ്പാക്കിയ വാഗ്ദാനങ്ങൾ അത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയായിരുന്നു പ്രചാരണം. സൗജന്യ വൈദ്യുതി, വെള്ളം, ഒപ്പം തന്നെ സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര, ആ വിഷയങ്ങളൊക്കെ തന്നെ കേജ്രിവാൾ ഉന്നയിച്ചു. ഒപ്പം BJP അധികാരത്തിൽ വരികയാണെങ്കിൽ ഇതെല്ലാം നിർത്തലാക്കുമെന്ന് കൂടി കേജ്രിവാൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കേജ്രിവാൾ അവസാനം ഇന്നലെ പ്രചാരണത്തിന് ശേഷം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് 55 സീറ്റ് ആം ആദ്മി പാർട്ടി നേടുമെന്നാണ്. പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണ, അകമഴിഞ്ഞ് പിന്തുണയൊക്കെയാണെങ്കിൽ അത് കഴിഞ്ഞ കാലങ്ങളിലേതുപോലെ 60-ന് മുകളിൽ സീറ്റ് നേടിക്കൊണ്ട് ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ചില സൂചനകൾ കൂടി, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് കൂടി പ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ട്. അതായത് വോട്ടിംഗ് യന്ത്രത്തിൽ തിരിമറിക്ക് സാധ്യതയുണ്ടെന്നാണ് കേജ്രിവാൾ ഇപ്പോൾ ഈ അവസാന മിനിറ്റുകളിൽ ആരോപിക്കുന്നത്. അതായത് 10% വോട്ട് വരെയെങ്കിലും ഇത്തരത്തിൽ BJPക്ക് അനുകൂലമായി
വീണേക്കാം എന്ന രീതിയിൽ കൃത്രിമത്വം കാണിച്ചേക്കാം എന്നാണ് കേജ്രിവാൾ ആരോപിക്കുന്നത്. അപ്പോൾ ഒരു 15% വോട്ട് വ്യത്യാസത്തിൽ ഉണ്ടാകണം, എങ്കിൽ 5% വോട്ട് വ്യത്യാസത്തിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ കേജ്രിവാൾ അവസാന നിമിഷം പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ വാക്പോരിന് ആരോപണങ്ങൾക്ക് ഒട്ടും കുറവില്ലാതെ തന്നെ തുടരുകയാണ്. ഏതായാലും BJPയും കോൺഗ്രസും ഡൽഹിയിൽ പ്രതീക്ഷ വെക്കുന്നുണ്ട്. കാരണം BJPക്കാണെങ്കിൽ 98-ന് ശേഷം ഇവിടെ വിജയിക്കാൻ സാധിച്ചിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ സീറ്റുകളിലും BJP വിജയിക്കുന്നു. പക്ഷേ നിയമസഭയിലേക്ക് വരുമ്പോൾ ഒറ്റ സീറ്റിൽ പോലും ജയിക്കാൻ കഴിയാത്ത സാഹചര്യം, അത് BJPയെ സംബന്ധിച്ചും മാറ്റിയെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഡൽഹിയിൽ മോദി ഭരിക്കുമ്പോൾ ഡൽഹിയിൽ BJPക്ക് ഭരണമില്ലാത്ത അവസ്ഥ. ആ ഒരു സാഹചര്യത്തിൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രചാരണം BJPയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഉണ്ടായിട്ടുള്ള നികുതി ഇളവ്, കേന്ദ്ര ബജറ്റിലെ നികുതി ഇളവൊക്കെ അനുകൂലമാകും എന്നൊരു കണക്കുകൂട്ടൽ BJPക്കുണ്ട്. പ്രത്യേകിച്ച് മധ്യവർഗം, ഏതാണ്ട് 35-40% വരുന്ന മധ്യവർഗമുള്ള സ്ഥലമാണ് ഡൽഹി. കേന്ദ്ര സർക്കാർ ജീവനക്കാരുള്ള സ്ഥലമാണ്. അതിൽ തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ ന്യൂഡൽഹിയിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർ കൂടുതലാണ്. അപ്പോൾ അവിടെയൊക്കെ തന്നെ മാറ്റം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ BJP നേതാക്കൾ പങ്കുവെക്കുന്നുണ്ട്. മോദിയിൽ കേന്ദ്രീകരിച്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ നരേന്ദ്രമോദിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു BJPയുടെ പ്രചാരണം നടത്തിയതും. ഇപ്പോൾ മഞ്ഞുകാലമാണ്, മഞ്ഞിൽ നിന്ന് വസന്തത്തിലേക്ക് ഡൽഹി മാറുകയാണ്. അതൊക്കെ താരതമ്യം ചെയ്തുകൊണ്ടുള്ള പ്രസംഗങ്ങളായിരുന്നു മോദി നടത്തിയത്. അങ്ങനെ ഡൽഹിയിൽ പുതിയ പ്രഭാതം വരുമെന്നൊക്കെ ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. പക്ഷേ എന്തായിരിക്കും ഡൽഹിയുടെ മനസ്സ് എന്നുള്ളത് വലിയ നിർണായകമാണ്. കോൺഗ്രസിനും ഇത് ഒരു ജീവൻ മരണ പോരാട്ടം എന്ന് തന്നെ പറയാം. കാരണം ഈ 15 വർഷം ഡൽഹി ഭരിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ തിരിച്ചടി, ഇപ്പോൾ ഒറ്റ MLA പോലും ഇല്ലാത്ത സാഹചര്യം. അങ്ങനെ നിൽക്കുന്ന കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് അല്ലെങ്കിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. അത് ഭരണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഹരിയാന, മഹാരാഷ്ട്ര ഒക്കെ കോൺഗ്രസ് പരാജയപ്പെട്ടു. അപ്പോൾ ഡൽഹിയിൽ ഒരു മെച്ചപ്പെട്ട പ്രകടനം നടത്തിയ കോൺഗ്രസിന് മതിയാകൂ. ഏതായാലും ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. നാളെ ഡൽഹി വോട്ടിംഗിലേക്ക് പോകുമ്പോൾ ഒരു മാറ്റം ഉണ്ടാകുമോ, അതോ ആം ആദ്മി പാർട്ടി തന്നെ അധികാരം നിലനിർത്തുമെന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. ശ്രീജ. ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്. നാളെയാണ് ഡൽഹി വിധി എഴുതുന്നത്. വളരെ വളരെ അഭിമാന പോരാട്ടമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചും BJPയെ സംബന്ധിച്ചുമൊക്കെ ഒരു അഭിമാന പോരാട്ടമാണ്. അതിൽ കോൺഗ്രസിനെ സംബന്ധിച്ചതൊരു ജീവൻ മരണ പോരാട്ടം കൂടിയാണ്. എങ്ങനെയാവും വിധി എഴുതുക, അതിനുശേഷമുള്ള വിവാദങ്ങൾ എന്തൊക്കെയാവും, ഇതൊക്കെ ഇനി കാത്തിരുന്ന് നമ്മൾ കാണേണ്ട കാഴ്ചകളാണ്. ഇനി മറ്റ് വാർത്തകളിലേക്ക് പോയാൽ, ഡൽഹിയിൽ ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് കൽക്കാജി. മുഖ്യമന്ത്രി അതിഷിയെ നേരിടാൻ മഹിളാ കോൺഗ്രസ് ദേശീയ അധ്യക്ഷ അൽക്ക ലാംബയും BJPയുടെ മുൻ MP രമേശ് ബിദുടിയും എത്തിയതോടെ ഇവിടെ മത്സരത്തിന് വീറും വാശിയും വളരെ വളരെ കൂടുതലാണ്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് ഭരണ തുടർച്ച ഉറപ്പാണെന്നും കൽക്കാജിയിൽ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയം നേടുമെന്നും അതിഷി ന്യൂസ് 18നോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പോരും മുറുകുന്നതിന് മുൻപേ വാർത്തകളിൽ ഇടം നേടിയ മണ്ഡലം, അത് മുഖ്യമന്ത്രി അതിഷി മത്സരിക്കുന്ന മണ്ഡലമായതുകൊണ്ട് മാത്രമല്ല, അതിഷിക്കെതിരെ BJP സ്ഥാനാർത്ഥി രമേശ് ബിദൂടി നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ കൂടിയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മഹിളാ കോൺഗ്രസ് ദേശീയ അധ്യക്ഷ അൽക്ക ലാംബ കൂടി എത്തിയതോടെ തീപ്പൊരി പോരാട്ടമാണ് കൽക്കാജിയിൽ. കേജ്രിവാൾ ഒറ്റയ്ക്ക് അധികാരം പിടിച്ച 2015-ലാണ് മണ്ഡലം ആദ്യമായി ആം ആദ്മി പാർട്ടിക്ക് ഒപ്പം നിന്നത്. ആം ആദ്മി സർക്കാരിന്റെ വിദ്യാഭ്യാസ ഉപദേഷ്ടാവായിരുന്ന അതിഷിയുടെ നിയമസഭയിലേക്കുള്ള കന്നിയംഗം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലായിരുന്നു. 11,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മണ്ഡലം അതിഷിയെ തുണച്ചു. അതിഷി പിന്നീട് മന്ത്രിയും മുഖ്യമന്ത്രിയുമായി. അതിഷിക്ക് കൽക്കാജിയിൽ 2ാം അംഗമാണ്. ഇത്തവണ പക്ഷേ മുഖ്യമന്ത്രി എന്ന നിലയിലാണ് പോരാട്ടം. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ പരിശ്രമം. ഇത്തവണയും കാൽക്കാജി തുണയ്ക്കുമെന്നും ആം ആദ്മി പാർട്ടി ഭരണ തുടർച്ച നേടുമെന്നും അതിഷി ന്യൂസ് 18നോട്. ഡൽഹി രാഷ്ട്രീയത്തിൽ ഏറെ നാളായെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി അൽക്ക ലാംബയ്ക്ക് കാൽക്കാജി പുതിയ തട്ടകമാണ്. 2003-ൽ മോത്തി നഗറിൽ നിന്ന് മത്സരിച്ച അൽക്ക 2015-ൽ MLA ആയത് ചാന്ദിനി ചൌക്കിൽ നിന്ന് ആം ആദ്മി പാർട്ടി ടിക്കറ്റിൽ. കോൺഗ്രസിൽ മടങ്ങിയെത്തി മഹിളാ കോൺഗ്രസിനെ നയിക്കുന്ന അൽക്കയെ ഇത്തവണ പാർട്ടി നിയോഗിച്ചത് PCC അധ്യക്ഷനായിരുന്ന സുഭാഷ് ചോപ്ര പ്രതിനിധീകരിച്ചിരുന്ന മണ്ഡലം പിടിക്കാൻ.
ഡൽഹിയിൽ ആദ്യം ജയിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി താനാകുമെന്ന ആത്മവിശ്വാസമാണ് അൽക്കാലാംബ പങ്കുവയ്ക്കുന്നത്. 100% confident about the victory of Congress in Delhi, and Alka is going to become Kalkaji's MLA. I'm 100% confident because I'm fighting this election on the basis of the issues which really concern with the people. Like they are not getting clean water, drinking water, which is the basic need of the people of Kalkaji and Delhi. കൽക്കാജി ഉൾപ്പെട്ട സൗത്ത് ഡൽഹി MP ആയിരുന്നു രമേശ് ബിദൂടി. മണ്ഡലത്തിൽ പരിചിത മുഖം. അതുകൂടി കണക്കുകൂട്ടിയാണ് ബിദൂഡിയെ BJP കൽക്കാജിയിൽ സ്ഥാനാർത്ഥിയാക്കിയത്. പോരാട്ടം കടുത്തതോടെ അതിഷിക്കായി അരവിന്ദ് കെജ്രിവാൾ തന്നെ അവസാന ദിവസം പ്രചാരണത്തിനിറങ്ങി. KP ദിനേശിനൊപ്പം കൽക്കാജിയിൽ നിന്ന് ER രാഗേഷ്, ന്യൂസ് 18. രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രിയുടെ മറുപടി ഇന്നുണ്ടാകും. രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങളിൽ പ്രധാനമന്ത്രി പ്രതികരിച്ചേക്കുമെന്നാണ് കരുതുന്നത്. അതേസമയം വഖഫ്, കുംഭമേള അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി ഇന്നും പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കാനാണ് സാധ്യത. KP അഭിലാഷ്, ന്യൂസ് ഡെസ്കിൽ നിന്ന്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. വളരെ രൂക്ഷമായ വിമർശനങ്ങളാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉയർത്തിയത്. ഒരു ഘട്ടത്തിൽ സ്പീക്കർ ഇടപെട്ട് ഇതിനൊക്കെ തെളിവ് തരേണ്ടി വരുമെന്ന് പറയുന്നത് വരെയുള്ള സാഹചര്യങ്ങളുണ്ടായി. അപ്പോൾ സ്വാഭാവികമായും രണ്ട് തരത്തിലാണ്. ഒന്നുകിൽ ഇതിനെയൊക്കെ ശക്തമായി പ്രതിരോധിക്കും, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ചിലപ്പോൾ ഇത് പാടെ അവഗണിച്ചേക്കും. എന്തായാലും ഇഷ്ടം പോലെ വിഷയങ്ങളുണ്ട് പ്രതിപക്ഷത്തിന് അവിടെ ബഹളം വെക്കാൻ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ഇഷ്ടം പോലെ വിഷയങ്ങളുമുണ്ട്. ഇന്നത്തെ ദിവസം ഈ മറുപടി പ്രസംഗത്തിൽ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? ഗുഡ് മോർണിംഗ് ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ആരംഭിച്ചതിന് ശേഷം പ്രതിപക്ഷം നിരവധിയായ ആരോപണങ്ങൾ ആണ് കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് തൊട്ടു പിന്നാലെ തുടങ്ങിയതാണ് പ്രതിപക്ഷ വിമർശനം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം സുദീർഘമായ ഒരു നയപ്രഖ്യാപന പ്രസംഗം ആയിരുന്നു രാഷ്ട്രപതി ദ്രൗപദി മുർമു നടത്തിയത്. അതിനുശേഷം ഈ ദ്രൗപദി മുർമു ഈ പ്രസംഗം വായിച്ച് ക്ഷീണിച്ചു പോയി എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ പ്രതികരണമായി പുറത്തു വന്നത്. അത് സോണിയാഗാന്ധിയായിരുന്നു അത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. ആ പ്രതികരണത്തെ തന്നെ ആയുധമാക്കി മാറ്റാൻ BJP ശ്രമിച്ചിരുന്നു. ജനാധിപത്യത്തെയും ഭരണഘടനയെയും ഭരണഘടനാ പദവിയെയും അതോടൊപ്പം തന്നെ ഒരു രാജ്യത്തിന്റെ പ്രഥമ വനിതയെയും ഒക്കെ അവഹേളിക്കുന്ന സമീപനം ആണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന വിമർശനം ആയിരുന്നു ആ ഘട്ടത്തിൽ BJP ഉന്നയിച്ചത്. അതിനുശേഷം പാർലമെന്റ് സമ്മേളനം ആരംഭിച്ചപ്പോൾ മുതൽ മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ വഖഫ് ഭേദഗതി ബില്ലിന്മേലുള്ള JPCയുടെ തീരുമാനങ്ങൾ ഏകപക്ഷീയമാണ് എന്ന് ആരോപിച്ചുകൊണ്ടും പ്രതിപക്ഷം വലിയ വിമർശനങ്ങൾ ആണ് ഉന്നയിച്ചത്. അതിൽ തന്നെ മഹാകുംഭമേളയിൽ ഉണ്ടായ അപകട മരണം എന്നത് നമുക്കറിയാം. തിക്കിലും തിരക്കിലും പെട്ട ആണ് നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. എന്നാൽ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ രാജ്യസഭയിൽ നടത്തിയ പരാമർശം എന്നത് മഹാകുംഭമേളയിൽ തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെട്ട ആയിരങ്ങൾക്ക് അന്ത്യാഞ്ജലി എന്നുള്ളതായിരുന്നു. ഈ ആയിരങ്ങൾ എന്ന പ്രയോഗത്തെയായിരുന്നു ഭരണപക്ഷം പ്രധാനപ്പെട്ട ആയുധമാക്കി മാറ്റിയത്. അങ്ങനെ ആയിരങ്ങൾ അവിടെ മരണപ്പെട്ടിട്ടില്ല എന്നും വളരെ കുറച്ചുപേർ മാത്രമാണ് മരണപ്പെട്ടത് എന്നും അതിനെ വലിയൊരു സംഭവമാക്കി തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുന്നത് എന്നതടക്കമുള്ള വിമർശനമാണ് ഉന്നയിച്ചത്. സമാനമായ വിഷയം തന്നെ, അതായത് മഹാകുംഭമേളയിൽ സുരക്ഷാ വീഴ്ചയുണ്ടായിട്ടുണ്ട്, ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചത് പിടിപ്പുകേടാണ് എന്നും ആ വിഷയം ചർച്ച ചെയ്യണം എന്നുമുള്ളതായിരുന്നു ലോക്സഭയിലും കോൺഗ്രസിന്റെ ആവശ്യം. ഒപ്പം JPC ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൃത്യമായ ചർച്ചകൾ നടക്കണമെന്നും പ്രതിപക്ഷം ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ അവിടെ ശ്രീജ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു. ആ ഇടപെടൽ പലപ്പോഴും ഭരണപക്ഷത്തിന് അനുകൂലമാകുന്ന ഇടപെടൽ ആണ് എന്ന വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുന്നു. ഒരു ഘട്ടത്തിൽ, അതായത് ഈ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം, നമ്മൾ എല്ലാവരും തന്നെ സഭാ നടപടികൾ കാണുന്നവരാണ്, സാധാരണ പ്രേക്ഷകർ അടക്കം അത് കാണുന്നതാണ്. മേശപ്പുറത്ത് തട്ടിയും ഒക്കെ ഏത് രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഏത് മുന്നണിയോ പ്രസംഗിക്കുന്നു, അവരുടെ നേതാക്കൾ പ്രസംഗിക്കുമ്പോൾ അവർക്ക് പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാക്കൾ സംസാരിക്കുന്ന സമയത്ത് പ്രതിപക്ഷ ബെഞ്ച് ഇത്തരത്തിൽ മേശയിൽ തട്ടി അടക്കം പ്രതികരിച്ചപ്പോൾ അതിന് കർശനമായ നിർദ്ദേശവും വാണിംഗും ആണ് സ്പീക്കറിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. മേശ എങ്ങനെ തല്ലിപ്പൊളിക്കാനുള്ളതല്ല എന്ന തരത്തിലടക്കമുള്ള പരാമർശങ്ങൾ ആണ് സ്പീക്കറുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അതോടൊപ്പം തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിച്ച നിരവധിയായ വിഷയങ്ങൾ, പ്രത്യേകിച്ച് ചൈന ഇന്ത്യയിൽ കടന്നുകയറ്റം നടത്തുകയാണ് എന്നും അതിനെ ചെറുക്കാൻ പ്രധാനമന്ത്രിക്ക് അടക്കം സാധിക്കാതെ പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് സാധിക്കാതെ പോകുന്നു എന്ന
വിമർശനം ഉന്നയിക്കപ്പെട്ടിരുന്നു. മറ്റൊന്ന്, അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്ന സമയത്ത് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് നരേന്ദ്രമോദിയെ ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് വിദേശകാര്യ മന്ത്രിയെ അയച്ചത് എന്ന തരത്തിലുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശം ഉണ്ടാകുന്നു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പോലെയുള്ള ആശയങ്ങൾ നല്ലതാണ്, പക്ഷേ അത് നടപ്പിലാക്കുന്നതിൽ കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും പരാജയപ്പെട്ടു പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള നിരവധിയായ വിമർശനങ്ങൾ ആണ് രാഹുൽ ഗാന്ധിയും മറ്റു പ്രതിപക്ഷ നേതാക്കളും എല്ലാം ഈ സഭാ സമ്മേളന കാലയളവിൽ, അതും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉന്നയിച്ചത്. ഈ വിഷയങ്ങളിലടക്കം നമുക്കറിയാം, സാധാരണ പാർലമെന്റിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളും ദിശാബോധവും ഒക്കെ വ്യക്തമാക്കുന്ന നയപ്രഖ്യാപനമാണ്. അത് സർക്കാരിന്റെ നയപ്രഖ്യാപനമാണ്. നമ്മൾ ടെക്നിക്കലി രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം എന്ന് പറയുമ്പോൾ പോലും സർക്കാർ തയ്യാറാക്കുന്ന നയപ്രഖ്യാപനമാണ്. ആ നയപ്രഖ്യാപനത്തിന്റെ ഒരു തുടർച്ച എന്ന നിലയിൽ ഉള്ള മറുപടിയാണ് സാധാരണ പ്രധാനമന്ത്രി നൽകുക. പക്ഷേ ഇന്ന് അദ്ദേഹം നൽകാൻ പോകുന്ന മറുപടി എന്നത് ഒരു രാഷ്ട്രീയ പ്രസംഗമായി മാറിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം അത്തരം വലിയ വിമർശനങ്ങൾ ആണ് പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുള്ളത്. അതിന് രാഷ്ട്രീയമായുള്ള മറുപടി കൂടി ഇന്ന് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. ശ്രീജ. ശരി, KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് രാജ്യസുരക്ഷ തൊട്ട് വിദേശ നയം തൊട്ട് വഖഫ് ബോർഡ്, കുംഭമേള, അങ്ങനെ നിരവധി വിഷയങ്ങൾക്ക് മറുപടി പറയുമോ പ്രധാനമന്ത്രി ഇന്നത്തെ മറുപടി പ്രസംഗത്തിൽ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അത് നമുക്ക് വരും ബുള്ളറ്റിനുകളിലും കൃത്യമായി ഫോളോ ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു ഇടവേളയെടുക്കുന്നു, മറ്റു വാർത്തകളിലേക്ക് പോയി വരാം. സുരേഷ് ഗോപിയുടെ ഉന്നതകുല ജാഥർ പരാമർശത്തിൽ വിവാദം തുടരുന്നു. കേന്ദ്രമന്ത്രിക്കെതിരെ ഭരണ പ്രതിപക്ഷ നേതാക്കൾ പരാമർശം വളച്ചൊടിച്ചെന്ന് സുരേഷ് ഗോപി. മൗനം തുടർന്ന BJP സംസ്ഥാന നേതൃത്വം. വിവാദ പ്രസ്താവനയിൽ നിന്ന് മലക്കം മറിഞ്ഞ് ജോർജ് കുര്യൻ. സംസ്ഥാനം ധനകാര്യ കമ്മീഷനെ സമീപിക്കാനാണ് പറഞ്ഞതെന്ന വിശദീകരണം. പ്രതികരണം: പ്രസ്താവന വിവാദമായതിന് പിന്നാലെ സംസ്ഥാനത്തിന്റെ ഭാഗമാകേണ്ടവർ വിഘടന്യായം പറയുന്നതായി മുഖ്യമന്ത്രി. കേരളത്തിന്റെ റെയിൽവേ വിഹിതം 3042 കോടി എന്ന അശ്വിനി വൈഷ്ണവ്. കേരളത്തിൽ 35 റെയിൽവേ സ്റ്റേഷനുകൾ വികസിപ്പിക്കും. UPA കാലത്തേക്കാൾ 8 ഇരട്ടിയെന്നും റെയിൽ മന്ത്രി. രാജ്യത്ത് 200 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ അനുവദിക്കും. റോഡുകളിൽ ടോൾ പിരിക്കാൻ സംസ്ഥാന സർക്കാർ. പണം പിരിക്കുക. കിഫ്ബി പദ്ധതി പ്രകാരം പണിയുന്ന റോഡുകൾക്ക് ധാരണ. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിതല യോഗത്തിൽ ഉടൻ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വരും. കോട്ടയത്ത് പോലീസുകാരനെ ചവിട്ടിക്കൊന്ന പ്രതിയുമായി തെളിവെടുപ്പ്. മഞ്ചേരിയിൽ ആത്മഹത്യ ചെയ്ത വിഷ്ണുജ ഭർത്തൃ വീട്ടിൽ നേരിട്ടത് കൊടിയ പീഡനമെന്ന് സുഹൃത്ത്. നെന്മാറ കൂട്ടക്കൊലയിൽ തെളിവെടുപ്പിന് പോലീസ് ചെന്താമരയ്ക്കായി കസ്റ്റഡി അപേക്ഷ നൽകി. തൃപ്പൂണിത്തുറ മിഹിർ ആത്മഹത്യയിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. അന്വേഷണം തുടങ്ങി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മൊഴി നൽകി മാതാപിതാക്കൾ. ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്ന് രാഹുൽ ഗാന്ധി. എറണാകുളം വേങ്ങൂരിൽ കോളേജ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. ഡൽഹി നിശബ്ദ പ്രചരണത്തിൽ. 70 മണ്ഡലങ്ങളിലേക്ക് വോട്ടെടുപ്പ് മറ്റന്നാൾ. ഭരണ തുടർച്ചയ്ക്ക് AAP. അധികാരം പിടിക്കാൻ BJP, കരുത്തുകാട്ടാൻ കോൺഗ്രസ്. കൈവിരലിന് പൊട്ടൽ. രഞ്ജി ട്രോഫി ക്വാർട്ടറിൽ സഞ്ജു സാംസൺ കളിക്കില്ല. IPL-ൽ ആദ്യ മത്സരങ്ങൾ നഷ്ടമായേക്കും. 6 ആഴ്ച വിശ്രമം. സുരേഷ് ഗോപിയുടെ ഉന്നതകുല ജാഥർ പരാമർശത്തിൽ വിവാദം തുടരുന്നു. കേന്ദ്രമന്ത്രിക്കെതിരെ ഭരണ പ്രതിപക്ഷ നേതാക്കൾ പരാമർശം വളച്ചൊടിച്ചെന്ന് സുരേഷ് ഗോപി. മൗനം തുടർന്ന BJP സംസ്ഥാന നേതൃത്വം. വിവാദ പ്രസ്താവനയിൽ നിന്ന് മലക്കം മറിഞ്ഞ് ജോർജ് കുര്യൻ. സംസ്ഥാനം ധനകാര്യ കമ്മീഷനെ സമീപിക്കാനാണ് പറഞ്ഞതെന്ന് വിശദീകരണം. പ്രതികരണം: പ്രസ്താവന വിവാദമായതിന് പിന്നാലെ സംസ്ഥാനത്തിന്റെ ഭാഗമാകേണ്ടവർ വിഘടന്യായം പറയുന്നതായി മുഖ്യമന്ത്രി. കേരളത്തിന്റെ റെയിൽവേ വിഹിതം 3042 കോടി എന്ന അശ്വിനി വൈഷ്ണവ്. കേരളത്തിൽ 35 റെയിൽവേ സ്റ്റേഷനുകൾ വികസിപ്പിക്കും. UPA കാലത്തേക്കാൾ 8 ഇരട്ടിയെന്നും റെയിൽ മന്ത്രി. രാജ്യത്ത് 200 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ അനുവദിക്കും.
വീണ്ടും വാർത്തകളിലേക്ക്. CPM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് നാളെ തുടക്കം. പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 317 പ്രതിനിധികൾ പങ്കെടുക്കുന്ന ജില്ലാ സമ്മേളനം വെള്ളിയാഴ്ച സമാപിക്കും. CPIM 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് നാളെ കാഞ്ഞങ്ങാട്ട് തുടക്കമാകും. പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, PK ശ്രീമതി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TP രാമകൃഷ്ണൻ MLA, അനാവൂർ നാഗപ്പൻ, PK ബിജു എന്നിവർ സമ്മേളനത്തിൽ മുഴുനീളം പങ്കെടുക്കും. 5-ന് വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സെമിനാർ സുനിൽ P. ഇളയിടം ഉദ്ഘാടനം ചെയ്യും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലുണ്ടായ വോട്ട് ചോർച്ച സമ്മേളനത്തിൽ പ്രധാന ചർച്ചാ വിഷയമാകും. തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട് മണ്ഡലങ്ങളിൽ ചരിത്രത്തിൽ ആദ്യമായി UDF മുന്നിലെത്തിയത് പാർട്ടിക്ക് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയത്. ജില്ലയിലെ നേതാക്കളിൽ ചിലരുടെ വഴിവിട്ട ബന്ധങ്ങളും സാമ്പത്തിക ക്രമക്കേടും പ്രതിനിധികൾ ഉയർത്തിക്കാട്ടും. ചെറുവത്തൂർ ബീവറേജ് ഔട്ട്ലെറ്റുമായി ഉയർന്നുവന്ന വിവാദങ്ങളും സജീവ ചർച്ചയാകും. അതിർത്തിയിലെ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാത്തതിനെ തുടർന്ന് സർക്കാരിനെതിരെ തന്നെ സമരം ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇത് സംബന്ധിച്ചും കടുത്ത വിമർശനം ഉയർന്നേക്കും. പെരിയ ഇരട്ടക്കൊലപാതക കേസ് വിധിയിൽ ജില്ലാ കമ്മിറ്റി സ്വീകരിച്ച നിലപാടിന് പൂർണ്ണ പിന്തുണയായിരിക്കും പ്രഖ്യാപിക്കുക. MV ബാലകൃഷ്ണൻ മാസ്റ്റർ തന്നെ ജില്ലാ സെക്രട്ടറിയായി തുടരാനാണ് സാധ്യത. അതേസമയം പ്രായപരിധി ഉയർത്തി ഇതിനെ എതിർക്കാൻ ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട്. സ്ഥാനമാറ്റം ഉണ്ടായാൽ CH കുഞ്ഞമ്പു MLA, മുൻ MLA KV കുഞ്ഞിരാമൻ, മുതിർന്ന നേതാവ് P. ജനാർദ്ദനൻ എന്നിവർക്കാണ് സാധ്യത. ന്യൂസ് 18 കാസർഗോഡ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ്. ആ ഉപതെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമാക്കുകയാണ് കോൺഗ്രസ്. ഹൈക്കമാൻഡ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ അഭിപ്രായം ആരാഞ്ഞിട്ടുണ്ട്. PS ജോയ്, ആര്യാടൻ ഷൌക്കത്ത് തുടങ്ങിയ പേരുകൾക്ക് പുറമെ ഒരു വനിതാ മുഖവും പരിഗണനയിലുണ്ട്. VS ജോയ് DCC അധ്യക്ഷ സ്ഥാനത്ത് തുടരേണ്ടത് അനിവാര്യമെന്ന നേതൃത്വത്തിന്റെ ഒരു വിലയിരുത്തലുണ്ട്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, VS ജോയുടെ പേര് ഒരു ഘട്ടത്തിൽ ആദ്യമായി ഉന്നയിക്കുന്നത് PV അൻവറാണ്. അൻവർ പെട്ടെന്ന് ഒരു ദിവസം പല ഘടകങ്ങൾ മുൻനിർത്തി അദ്ദേഹത്തെ പോലെ ഒരു സ്ഥാനാർത്ഥി വരണമെന്ന് പറയുന്നു. പക്ഷേ നിലമ്പൂർ നമുക്കറിയാം ആര്യാടൻ കുടുംബത്തിന്റെ തട്ടകമാണ്. ആര്യാടൻ ഷൌക്കത്ത് അവിടെ സജീവമായിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ആലിപ്പറ്റ ജമീലയുടെ പേര് പറഞ്ഞു കേൾക്കുന്നത്. ചുരുക്കത്തിൽ ഏത് തരത്തിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ കോൺഗ്രസിൽ പുരോഗമിക്കുന്നത്? നിരവധി ഘടകങ്ങളുണ്ട്. ഒരു അഭിമാന പോരാട്ടമാണ്. ആ ഘട്ടത്തിൽ ഏത് പേരിനാണ് ഇപ്പോൾ മുൻതൂക്കമുള്ളത്? PV അൻവർ രാജിവെച്ച ഒഴിവിലാണ് നിലമ്പൂരിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അവിടെ ഈ രാജി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് PV അൻവർ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത് തന്റെ വാക്കിന് ഒരു സേ കാണും. തന്റെ അഭിപ്രായം കോൺഗ്രസ് നേതൃത്വത്തെ, UDF നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. തന്റെ മനസ്സിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പ്രതിനിധിയായ VS ജോയിയെ തന്നെ മത്സരിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ചർച്ചകൾ കോൺഗ്രസിനുള്ളിൽ, UDFിനുള്ളിൽ നടന്നു. PV അൻവർ അങ്ങനെ ഒരു ആവശ്യം UDFിന്റെ ഭാഗമായി, കൃത്യമായി പൂർണ്ണമായി UDFിന്റെ ഭാഗമാകാതിരിക്കുന്ന ഒരാൾ അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തേണ്ട കാര്യമില്ല. അവിടെ കോൺഗ്രസ് നേതൃത്വമാണ് ആ തീരുമാനം എടുക്കേണ്ടത്. എല്ലാ സാധ്യതകളും പരിശോധിച്ചുകൊണ്ട് ഹൈക്കമാൻഡ് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി നിർണയം നടത്തുക. പിന്നെ PV അൻവർ എന്തിന് അങ്ങനെ പരസ്യമായ ഒരു നിലപാടെടുത്തു എന്നത് കോൺഗ്രസ് ക്യാമ്പുകളിൽ സജീവമായ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. അതിനിടയിലാണ് VS ജോയിയെ അനുകൂലിക്കുന്നവരും ആര്യാടൻ ഷൌക്കത്തിനെ അനുകൂലിക്കുന്നവരും തമ്മിൽ ഉള്ള എതിർപ്പുകളും മറനീക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ DCC അധ്യക്ഷ സ്ഥാനത്ത് VS ജോയ് തുടരണമെന്ന് തന്നെയാണ്. കാരണം മലപ്പുറത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ കോൺഗ്രസിന് ശക്തമായ ഒരു പോരാട്ടം നടത്തണമെങ്കിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ കൂടി ഉറപ്പാക്കേണ്ടതുണ്ട്. അവിടെ VS ജോയി DCC അധ്യക്ഷ സ്ഥാനത്ത് തുടർന്നാൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ പൂർണ്ണമായി ഉറപ്പാക്കാനാകും എന്നൊരു വിലയിരുത്തലിലാണ് പാർട്ടി നേതൃത്വം ഉള്ളത്. അതോടൊപ്പം ആര്യാടൻ ഷൌക്കത്തിനെ പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് VS ജോയി വിഭാഗം, VS ജോയി അനുകൂലികൾ അതിനെ എതിർക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടാകും. അതായത് പാർട്ടിക്കുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ച രണ്ട് ധ്രുവങ്ങളിലാണ് അഭിപ്രായങ്ങൾ. അവിടെയാണ് ഒരു പൊതുസമ്മതനെ സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൂടി കോൺഗ്രസിൽ പുരോഗമിക്കുന്നത്. അതോടൊപ്പമാണ് അങ്ങനെയെങ്കിൽ ഒരു വനിതാ മുഖം ആയിക്കൂടെ എന്ന ചർച്ചകളും സജീവമായിരിക്കുന്നത്. അവിടെയാണ് വയനാടിന്റെ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല, അവർ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അവർ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്.
പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തുമ്പോൾ ആ പ്രചാരണങ്ങളുടെ ചുമതല വഹിച്ചിരുന്ന ഒരു KPCC ജനറൽ സെക്രട്ടറിയാണ്. അവിടെ ആലിപ്പറ്റ ജമീലയുടെ പേര് ഒരു വിഭാഗം നേതാക്കൾ മുമ്പോട്ട് വെക്കുന്നു. പക്ഷേ നേതൃത്വം ഏത് തരത്തിലായിരിക്കും ഈ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കുക എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. എന്തായാലും പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ഉൾപ്പെടെയുള്ള സംസ്ഥാന കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ഇത് സംബന്ധിച്ച് അവരുടെ നിലപാട് ഹൈക്കമാൻഡ് നേതൃത്വത്തെ അറിയിക്കും. എല്ലാ സാധ്യതകളും പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഹൈക്കമാൻഡ് ഈ തീരുമാനത്തിൽ ഇതിൽ ഒരു അന്തിമമായ തീരുമാനമെടുക്കുക. ഈ ആലിപ്പറ്റ ജമീലയുടെ പേര് ഇങ്ങനെ ഇപ്പോൾ സജീവമായി പരിഗണിക്കപ്പെടുന്നതിൽ രണ്ട് കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതിലൊന്ന് മുസ്ലിം പ്രാതിനിധ്യം, അതോടൊപ്പം തന്നെ വനിതാ പ്രാതിനിധ്യം. കോൺഗ്രസിന്റേതായി ഉമാ തോമസ് മാത്രമാണ് നിയമസഭയിൽ ഇപ്പോൾ ഉള്ളത്. KK രമ UDFന്റെ ഭാഗമാണെങ്കിലും അവർ കോൺഗ്രസിന്റെ MLA അല്ല. അതുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു വനിതാ MLA കൂടി നിലമ്പൂരിൽ നിന്ന് വന്നാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ അത് മറ്റ് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കൃത്യമായി ഉയർത്തിക്കാണിക്കാൻ കഴിയുന്ന ഒരു കാര്യമായി മാറും എന്ന ഒരു വിലയിരുത്തലിലാണ് ഒരു വിഭാഗം നേതാക്കൾ ഒരു വനിതാ മുഖത്തെ അവതരിപ്പിക്കണമെന്ന കാര്യം നേതൃത്വത്തിന് മുമ്പിൽ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട സജീവമായ ചർച്ചകളാണ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് എപ്പോൾ പ്രഖ്യാപിച്ചാലും അതിന് തൊട്ടു പിന്നാലെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് നിലമ്പൂരിൽ പ്രചാരണം സജീവമാക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഈ ചർച്ചകൾ ഇങ്ങനെ ഊർജിതമായി പുരോഗമിക്കുന്നത്. ശ്രീജ, ഡാൻ, ഇങ്ങനെയൊക്കെ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും എന്തായാലും സംസ്ഥാന നേതൃത്വത്തിന്റെ മനസ്സിലൊരു പേരുണ്ടാവുമല്ലോ സ്വാഭാവികമായി. PV അൻവർ മുന്നണിയോട് അടുത്ത് വരുന്നു എന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കുന്നത്. പല വേദികളിലുമുള്ള അൻവറിന്റെ സാന്നിധ്യം വെച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. അൻവറിന് അവിടെ ഒരു സ്റ്റേക്ക് ഉണ്ട്, അൻവറിന് ഒരു ഹോൾഡ് ഉണ്ട്, അൻവറിന് കുറച്ച് സ്വാധീനമുണ്ട്. ആ സ്വാധീനം കൂടി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ ഒരു പേര്, അങ്ങനെ ഒരു ചിന്തയിലേക്ക് സംസ്ഥാന നേതൃത്വം പോകുന്നുണ്ടോ? ആദ്യം VS ജോയി എന്ന ഒരു പേരിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു PV അൻവർ. അദ്ദേഹം അങ്ങനെ തന്നെയാണ് നിലപാടെടുത്തത്. പക്ഷെ അതിനോട് മറ്റ് UDFിലെ ഘടകകക്ഷികളും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും അൻവർ അങ്ങനെ ഒരു പേര് ക്ലെയിം ഉന്നയിക്കുന്നത് ഉചിതമായ കാര്യമല്ല എന്നൊരു അഭിപ്രായവുമായി രംഗത്ത് വന്നതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ നിലപാട് തൽക്കാലത്തേക്കെങ്കിലും മയപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായത്. കോൺഗ്രസ് ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും അവിടെ പിന്തുണ നൽകും, പൂർണ്ണമായ പിന്തുണ നൽകുമെന്ന് പിന്നീട് അൻവർ നിലപാട് മയപ്പെടുത്തി. പക്ഷേ ഇപ്പോഴും PV അൻവറിന്റെ മനസ്സിൽ VS ജോയിയെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്ന കാര്യമാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം മുതിർന്ന നേതാക്കളോടക്കം ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് മാത്രമേ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിൽ ഒരു അന്തിമമായ ചിത്രം തെളിയുകയുള്ളൂ. നിരവധി പേരുകൾ ഒരു പേരിലേക്ക് ഒരിക്കലും എത്തുന്ന ഒരു സാഹചര്യമല്ല കോൺഗ്രസിൽ. പ്രത്യേകിച്ച് ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും നിരവധി പേരുകൾ, സാമുദായിക പ്രാതിനിധ്യം, യുവ പ്രാതിനിധ്യം, വനിതാ പ്രാതിനിധ്യം ഇതൊക്കെ പരിഗണിക്കേണ്ട സാഹചര്യം വരുമ്പോൾ നിരവധി പേരുകൾ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിറയുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ്. നിലമ്പൂരിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അവിടെ അഭിമാനകരമായ ഒരു പോരാട്ടമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന ഒരു പശ്ചാത്തലം, നിയമസഭാ തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് നാളുകൾ മാത്രം ബാക്കി നിൽക്കുന്ന ഒരു പശ്ചാത്തലം, അവിടെ അതിന്റെ ഒരു സെമി ഫൈനലായി വിശേഷിപ്പിക്കപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. നിലമ്പൂരിൽ സർക്കാരിനെതിരെ നേർക്കുനേർ പോരാട്ടം നടത്തിയാണ് PV അൻവർ ഒടുവിൽ രാജിവെക്കുന്ന സാഹചര്യമുണ്ടായത്. അതുകൊണ്ട് ഏത് വിധേനയും ആ പോരാട്ടത്തിലൂടെ നിലമ്പൂർ പിടിച്ചെടുക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു കാര്യമാണ്. LDFും അത്തരത്തിൽ തന്നെയായിരിക്കും ആ മത്സരത്തെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് മണ്ഡലത്തിൽ കൃത്യമായി സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് മുഴുവൻ ആവേശമായി മാറാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പൊതുസമ്മതനെ സ്ഥാനാർത്ഥിയായി മുഖചിത്രത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് നേതൃത്വത്തിന് മുമ്പിലെ വെല്ലുവിളി. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനായി കോൺഗ്രസിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമായി വരികയാണ്. തെരഞ്ഞെടുപ്പ് എപ്പോൾ പ്രഖ്യാപിച്ചാലും അപ്പോൾ തന്നെ സ്ഥാനാർത്ഥി തയ്യാറായിരിക്കും എന്ന തരത്തിലേക്കാണ് ചർച്ചകൾ പോകുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. CPMൽ ഇപ്പോൾ ജില്ലാ സമ്മേളനങ്ങൾ നടക്കുകയാണ്. ജില്ലാ സമ്മേളനങ്ങൾ കഴിഞ്ഞ് സംസ്ഥാന സമ്മേളനത്തിലേക്ക് വരുമ്പോൾ പ്രായപരിധി നിബന്ധന കർശനമാക്കി നടപ്പാക്കിയാൽ CPM നേതൃനിരയിൽ നിന്ന് ഒഴിയേണ്ടി വരുന്നത് ഒരു പിടി പ്രമുഖരായിരിക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ PK ശ്രീമതിയും AK ബാലനും ആനാവൂർ നാഗപ്പനും 75 വയസ്സ് പിന്നിട്ട് കഴിഞ്ഞു. 81 വയസ്സായ മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രത്യേക ഇളവ് ലഭിക്കുമോ എന്നതാണ് ആകാംക്ഷ. ജില്ലാ സമ്മേളനങ്ങൾ അവസാന പാദത്തിലേക്ക് കടക്കുമ്പോൾ CPMൽ പുതിയ നേതൃനിരയെ പറ്റിയുള്ള ചർച്ചകളും സജീവമാണ്. പതിറ്റാണ്ടുകളായി CPMന്റെ മുഖങ്ങളായ ഒരു പിടി നേതാക്കൾക്ക് ഇത്തവണ പടിയിറങ്ങേണ്ടി വരുമെന്നാണ് സൂചന. കണ്ണൂരിൽ നടന്ന 23ാം പാർട്ടി കോൺഗ്രസിലാണ്
പാർട്ടിയുടെ നേതൃസമിതികളിൽ പ്രവർത്തിക്കുന്നതിന് CPM പ്രായപരിധി കർശനമാക്കിയത്. പോളിറ്റ് ബ്യൂറോ മുതൽ ലോക്കൽ കമ്മിറ്റി വരെയുള്ള പാർട്ടി ഘടകങ്ങളിൽ അംഗമാകുന്നതിന് 75 CPM നിശ്ചയിച്ചിരിക്കുന്ന പ്രായപരിധി. ലോക്കൽ തലം മുതൽ ജില്ല വരെ പ്രായപരിധി മാനദണ്ഡം വിട്ടുവീഴ്ചയില്ലാതെ നടപ്പാക്കി. സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സമിതിയിലും പ്രായപരിധി നടപ്പിലാക്കുമെന്ന് ഉറപ്പ്. 17 സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 3 പേർ 75 വയസ്സ് പിന്നിട്ടവരാണ്. PK ശ്രീമതി, AK ബാലൻ, ആനാവൂർ നാഗപ്പൻ എന്നിവരാണവർ. ഇവർ 3 പേരും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാകും. എന്നാൽ 3 പേരെയും സംസ്ഥാന സമിതിയിൽ ക്ഷണിതാക്കളായി ഉൾപ്പെടുത്തും. EP ജയരാജന് അടുത്ത മെയിൽ മാത്രമേ 75 വയസ്സ് പൂർത്തിയാകൂ. അതിനാൽ EPയെ നിലനിർത്തിയേക്കും. സംസ്ഥാന സമിതി അംഗങ്ങളിൽ 4 പേർ 75 വയസ്സ് പിന്നിട്ടവരാണ്. NR ബാലൻ, P രാജേന്ദ്രൻ, MK കണ്ണൻ, ഗോപി കോട്ടമുറിക്കൽ എന്നിവർ. ഇവർ സംസ്ഥാന സമിതിയിൽ നിന്ന് വഴിമാറും. കേരളത്തിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കൂടാതെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗമായ ഏകയാൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. 81 വയസ്സ് പിന്നിട്ട പിണറായിക്ക് നേതൃസമിതികളിൽ തുടരുന്നതിന് കണ്ണൂർ പാർട്ടി കോൺഗ്രസ് ഇളവ് നൽകിയിരുന്നു. ഇത്തവണയും ആ ഇളവ് ലഭിക്കാൻ തന്നെയാണ് സാധ്യത. രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നത് തന്നെയാണ് പരിഗണനയ്ക്ക് അടിസ്ഥാനം. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം പിണറായിയുടേത് തന്നെയാകും. നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ പിണറായി തുടരണമെന്ന അഭിപ്രായമാണ് ദേശീയ നേതൃത്വത്തിലെയും സംസ്ഥാന നേതൃത്വത്തിലെയും ഭൂരിപക്ഷത്തിനും. ന്യൂസ് 18 തിരുവനന്തപുരം. CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിനെതിരായ പ്രതിഷേധം തെരുവിലേക്ക്. PK ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച് പ്രകടനം നടന്നു. മണിയൂർ തുറശ്ശേരി മുക്കിലാണ് പ്രകടനം നടന്നത്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ. അനീഷ് കുമാർ, കഴിഞ്ഞ ദിവസം PK ദിവാകരനെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിനെതിരെ പാർട്ടി കേന്ദ്രങ്ങളിലൊക്കെ പ്രതിഷേധമുയർന്നിട്ടും, പക്ഷേ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ജില്ലാ കമ്മിറ്റിയിലെ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി ആളുകൾ തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതെന്ന് തോന്നുന്നു. ഇത് വ്യാപകമായൊരു പ്രതിഷേധത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ, അതോ ഇത് ഈ ഒറ്റപ്പെട്ട ഒരു സംഭവമായി ഒതുങ്ങുമോ? കഴിഞ്ഞ ദിവസം വടകരയിൽ സമാപിച്ച ജില്ലാ സമ്മേളനത്തിനൊടുവിലാണ് പുതിയ ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിക്കുകയും അതിൽ നിന്നും മുതിർന്ന നേതാവായ ദിവാകരനെ ഒഴിവാക്കുകയും ചെയ്ത് ഇതിനുശേഷം സമൂഹ മാധ്യമങ്ങളിലൊക്കെ അണികൾ പലതരത്തിലുള്ള പോസ്റ്റുകളും മറ്റുമൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പരസ്യമായ ഒരു പ്രകടനവുമായി രംഗത്തെത്തിയത്. എന്തായാലും ഈ ഡിവൈഎഫ്ഐയിലെയും CPMിലെയും CATയിലും ഒക്കെ ഉള്ള ആളുകൾ 40ഓളം പേർ ഇന്നലെ നടന്ന പ്രകടനത്തിൽ പങ്കെടുത്തു എന്നാണ് പാർട്ടി നേതൃത്വത്തെ ഞെട്ടിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ മുൻ വില്ലേജ് പ്രസിഡന്റ് സുർജിത് KV, SP ബാബു, കുനിൽ ബാബു തുടങ്ങിയ ആളുകൾ, അവിടെ പാർട്ടിയുടെ പരിചിത മുഖങ്ങളായ ആളുകൾ ഈ പ്രകടനത്തിൽ ഉണ്ടായിരുന്നു എന്നതും പാർട്ടി നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. പാർട്ടിയിൽ തോന്നും പോലെ തീരുമാനമെടുക്കാമെന്ന് ആരും കരുതണ്ട എന്നതടക്കമുള്ള മുദ്രാവാക്യങ്ങളാണ് ഇവർ വിളിച്ചു പറയുകയും ചെയ്തു. എന്തായാലും ഡിവൈഎഫ്ഐയുടെയും CPMിന്റെയും ഒക്കെ വലിയ ഒരു മുഖമായി മാറിയ നേതാവ് തന്നെയായിരുന്നു PK ദിവാകരൻ. ഇത്തരത്തിൽ ദിവാകരനടക്കം 11 പേരെ ഒഴിവാക്കുകയും 13 പേരെ പുതുതായി ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം വടകര നഗരസഭാ അധ്യക്ഷ KP ബിന്ദുവിനെ ഉൾപ്പെടുത്തിയതായിരുന്നു. അവരെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലാണ് ഈ ഏരിയ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയത്. അതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ ജില്ലാ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ദിവാകരനെ നേരത്തെ ഏരിയ കമ്മിറ്റിയിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട സാഹചര്യത്തിൽ ഏരിയ കമ്മിറ്റിയിൽ തുടരേണ്ടതില്ല എന്ന രീതിയിൽ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. തൊട്ട് പിന്നാലെ ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിലും ഉൾപ്പെടുത്തിയിട്ടില്ല. ചുരുക്കത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ പ്രവർത്തിക്കാൻ ഒരു ഘടകമില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് പാർട്ടി ഇനി അടുത്ത തവണ ജില്ലാ കമ്മിറ്റി ചേർന്നിട്ടായിരിക്കാം ഒരുപക്ഷെ ദിവാകരന്റെ ഘടകം തീരുമാനിക്കുകയും ചെയ്യുന്നത്. എന്തായാലും കഴിഞ്ഞ കുറച്ചു നാളുകളായി തന്നെ വടകര മേഖല കേന്ദ്രീകരിച്ച് പാർട്ടിയിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന് പാർട്ടിക്കും സംശയമുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ജില്ലാ കമ്മിറ്റിക്ക് മുമ്പ് ഉള്ള ഏരിയ സമ്മേളനം നടന്നപ്പോൾ അവിടെ 4 പേർ പാർട്ടി സ്ഥാനാർത്ഥികളായി അല്ലെങ്കിൽ പാർട്ടിക്കെതിരായി ഈ ഔദ്യോഗിക പക്ഷത്തിനെതിരായി മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ ഉത്തരവാദിത്വമൊക്കെ ദിവാകരനുണ്ട് എന്ന ഒരു വിലയിരുത്തലുണ്ട്. ഒപ്പം ദിവാകരന്റെ പ്രവർത്തന മേഖലയായ മണിയൂർ പഞ്ചായത്തിൽ UDFിൽ നിന്ന് LDF ഭരണം പിടിച്ചെടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ KK ലതിക പിന്നീട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്ന അടക്കമുള്ള കാര്യങ്ങളും CPMന് ഗണ്യമായി വോട്ട് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി വിശദമായ ചർച്ച നടത്തിയാണ് അദ്ദേഹത്തെ ഇപ്പോൾ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കുന്നത്. എന്നാൽ തന്റെ അറിവോടെയോ അല്ലെങ്കിൽ പാർട്ടിയുടെ ആളുകളോ അല്ല ഈ പ്രകടനം നടത്തിയത്. പിന്നെ ഒരു വൈകാരിക പ്രകടനമായി ഇതിനെ കണ്ടാൽ മതി എന്നാണ് ദിവാകരൻ പറയുന്നത്. ശ്രീജ അനീഷാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നിന്ന് ഒരു ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രതിഷേധം തെരുവിലേക്ക് ഇറങ്ങുന്നത് കുറച്ചു കാലത്തിന് ശേഷമാണ് CPMയിൽ അങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. ഈ പ്രതിഷേധം കൂടുതൽ വ്യാപിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാക്കൾ മനഃപൂർവ്വമായി വീഴ്ച വരുത്തിയെന്ന KPCC അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ വ്യക്തമാക്കുന്നത് BJPയുമായി ജില്ലയിൽ ഉണ്ടാക്കിയ അവിശുദ്ധ ബന്ധമാണെന്ന് LDF ജില്ലാ കമ്മിറ്റി. VS സുനിൽകുമാർ വിജയിക്കാതിരിക്കാൻ പല നിയമസഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസുകാർ തങ്ങളുടെ വോട്ട് BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് മറിച്ചുകൊടുത്തു എന്നാണ് ആരോപണം. വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ച TN പ്രതാപൻ KPCC വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയോ നേതൃത്വം പ്രതാപനെ പുറത്താക്കുകയോ വേണമെന്ന് LDF ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇപ്പോൾ പുറത്തുവന്ന അന്വേഷണ റിപ്പോർട്ട് ജില്ലയിലെ കോൺഗ്രസിന്റെ അധോഗതിയാണ് വ്യക്തമാക്കുന്നതെന്നും LDF ജില്ലാ കമ്മിറ്റി കുറ്റപ്പെടുത്തി. മുകേഷുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഒന്ന്, പാർട്ടി പരിപാടികളിൽ മുകേഷിന് അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് കൊല്ലം ജില്ലാ നേതൃത്വം എന്നതാണ്. പാർട്ടി പരിപാടികൾക്ക് മുകേഷിനെ ക്ഷണിക്കേണ്ടതില്ലെന്നും പോസ്റ്ററിൽ പടം വേണ്ടെന്നുമാണ് ധാരണ. MLA എന്ന നിലയിൽ പൊതുപരിപാടികളിൽ മുകേഷിന് പങ്കെടുക്കാം. കുറ്റപത്രത്തിൽ ഗുരുതരമായ കണ്ടെത്തൽ വന്നതോടെയാണ് ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. VV അരുൺ വിവരങ്ങളുമായി. അരുൺ, ഈ വാർത്ത വരുമ്പോൾ തന്നെ അതേസമയം തന്നെ കുറ്റപത്രത്തിൽ സാങ്കേതിക പിഴവുകൾ കൊണ്ട് കോടതി ആ കുറ്റപത്രം മടക്കിയെന്ന വാർത്ത കൊച്ചിയിൽ നിന്ന് വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. പക്ഷേ ഇങ്ങനെ അതൊരു സാങ്കേതികമായ കാര്യമാണ്. ഇങ്ങനെ ഒരു ഗുരുതരമായ ആരോപണമുള്ള സാഹചര്യത്തിൽ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വിലക്ക് പാർട്ടി പരിപാടിയിലേക്ക് ക്ഷണിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. സംസ്ഥാന നേതൃത്വത്തിന് എന്താണ് ഈ വിഷയത്തിലുള്ള നിലപാടെന്നത് കൂടി അറിയേണ്ടതുണ്ട്. ഈ കൊല്ലം കമ്മിറ്റി എന്താണ് തീരുമാനിച്ചിട്ടുള്ളത്? മുകേഷ് MLA പാർട്ടി പരിപാടികളിൽ മുഖം കാണിക്കേണ്ട അല്ലെങ്കിൽ പാർട്ടി പരിപാടികളിൽ പുറത്തു കാണിക്കാൻ പറ്റിയ നേതാവല്ല മുകേഷ് എന്നൊരു നിഗമനമാണ് CPMന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റിക്കുള്ളത്. അതിന് കാരണം CPM ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ എടുക്കുന്ന ഒരു നിലപാടിന് ഘടകവിരുദ്ധമാണ് മുകേഷിനെതിരെയുള്ള ആരോപണം. ഒരു MLA ആയതുകൊണ്ട് തന്നെ സ്ഥാനം രാജിവെക്കേണ്ടെന്ന് നേരത്തെ CPM തീരുമാനിച്ചത്. കാരണം ഒരു MLAക്ക് ഒരു വിഷയത്തിൽ ആരോപണം ഉയർന്നാൽ അത് കുറ്റാരോപിതനായാൽ പിന്നീട് രാജിവെച്ചാൽ തെളിയിച്ച ശേഷം വീണ്ടും കുറ്റം ചെയ്തിട്ടും തെളിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരാൻ അവസരമില്ല. മന്ത്രിമാരൊക്കെ ആണെങ്കിൽ എക്സിക്യൂട്ടീവ് അധികാരമുള്ളവർക്കാണെങ്കിൽ വീണ്ടും തിരിച്ചു വരാൻ അവസരമുണ്ടാകും. അതുകൊണ്ടാണ് MLA രാജിവെക്കേണ്ട നിലപാട് CPM എടുത്തത്. പക്ഷെ അപ്പോഴും മുകേഷിനെതിരെ വരുന്ന ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്ന് CPM വിലയിരുത്തിയിരുന്നു. ഒരു ഉപതെരഞ്ഞെടുപ്പ് അവിടെ വരാൻ CPM ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ടാണ് മുകേഷ് രാജിവെക്കേണ്ട നിലപാടിലേക്ക് CPMന്റെ സംസ്ഥാന നേതൃത്വം എത്തിയത്. പക്ഷേ കൊല്ലത്ത് ജില്ലാ നേതൃത്വം അങ്ങനെയല്ല കാര്യങ്ങളെ കാണുന്നത്. മുകേഷിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിട്ട് അല്ലെങ്കിൽ മുകേഷ് MLA CPMന്റെ മുഖമായി ആ മണ്ഡലത്തിൽ നിന്ന് മാറിയാൽ അടുത്ത തെരഞ്ഞെടുപ്പിലും അത് കൊല്ലത്ത് CPMന്റെ സാധ്യതകളെ ബാധിക്കും. സംസ്ഥാന വ്യാപകമായ എത്ര ഒരു വിഷയമുണ്ടെങ്കിൽ പോലും കൊല്ലമാകും അത് ഏറ്റവും അധികം CPMനെ ദോഷകരമായി ബാധിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് അവിടെ കഴിഞ്ഞ തവണയൊക്കെ മത്സരിച്ചത് ഒരു മഹിളാ കോൺഗ്രസിന്റെ പ്രധാന നേതാവായ ബിന്ദു കൃഷ്ണയാണ്. അവർ വീണ്ടും മത്സരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ മുകേഷിനെ മുന്നിൽ നിർത്തിയാൽ അല്ലെങ്കിൽ മുകേഷ് MLA ആയി തുടരുന്ന ഒപ്പം തന്നെ പാർട്ടി വേദികളിലും നിറഞ്ഞു നിന്നാൽ അത് CPMന്റെ കൊല്ലം മണ്ഡലത്തെ സാധ്യതകളെ ബാധിക്കും. അതുകൊണ്ടാണ് മുകേഷ് MLA നിലയിൽ പരിപാടിയിൽ പങ്കെടുത്തോട്ടെ, പക്ഷേ പാർട്ടി വേദികൾ കൊടുക്കേണ്ട, മുകേഷിന് പാർട്ടി വേദികൾ നൽകേണ്ട, പാർട്ടിയുടെ പ്രചരണ പരിപാടികളിലും പ്രക്ഷോഭ പരിപാടികളിലും ഒക്കെ മുകേഷിന്റെ ചിത്രം ഉൾപ്പെടുത്തേണ്ട ഒരു തീരുമാനത്തിലേക്ക് നിർദ്ദേശത്തിലേക്ക് CPMന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി എത്തുന്നത്. അദ്ദേഹം MLA ആയതുകൊണ്ട് തന്നെ സംസ്ഥാന സമിതിയുടെ കൂടി അംഗീകാരം വേണം. സംസ്ഥാന നേതൃത്വം ഇതിനോട് എതിർത്ത് പ്രതികരിക്കാൻ സാധ്യതയില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും സംസ്ഥാന കമ്മിറ്റി ചേരുമ്പോഴാകും ഇത് ചർച്ച ചെയ്യാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആകും തീരുമാനമെടുക്കുക. കൊല്ലത്ത് നേതൃത്വത്തിൽ ഇത്തരം ഒരു അഭിപ്രായമുണ്ട്. പുറത്തു കാണിക്കാൻ കൊള്ളാവുന്നയാളല്ല CPMന്റെ കൊല്ലം MLA എന്ന് പറയാതെ പറയുകയാണ് കൊല്ലം ജില്ലാ നേതൃത്വം. ശരി, എന്തായാലും പാർട്ടി പരിപാടിയിൽ തൽക്കാലത്തേക്ക് ജില്ലാ നേതൃത്വത്തിന്റെ ഒരു വിലക്കാണുള്ളത്. സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് മുകേഷിന് കിട്ടിയ ഏറ്റവും വലിയൊരു പിന്തുണയായിരുന്നു ഒരു ഘട്ടത്തിൽ. അങ്ങനെയാണ് അതിനെ വിലയിരുത്തിയത്. മുകേഷ് ഇപ്പോൾ രാജിവെക്കേണ്ടതില്ല എന്നൊരു നിലപാടെടുത്തത് വലിയ ആരോപണങ്ങളൊക്കെ ഉയർന്ന സാഹചര്യത്തിൽ പോലും. പക്ഷേ കൊല്ലം ജില്ലാ കമ്മിറ്റി ഈ കുറ്റപത്രം വന്നതോടുകൂടിയാണ് ഇങ്ങനെ പാർട്ടി പരിപാടിയിൽ മുകേഷിന്റെ മുഖം വേണ്ട തൽക്കാലത്തേക്ക് എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതേസമയം തന്നെയാണ് മുകേഷ് MLAക്കെതിരായ കുറ്റപത്രത്തിൽ സാങ്കേതിക പിഴവുകൾ ഉള്ളതിനാൽ കോടതി കുറ്റപത്രം മടക്കി നൽകിയിരിക്കുന്നത്. അന്വേഷണ സംഘത്തിന് കോടതി കുറ്റപത്രം മടക്കി നൽകിയിരിക്കുന്നു. സൂക്ഷ്മ പരിശോധനയിലാണ് സാങ്കേതിക പിഴവുകൾ കണ്ടെത്തിയത്. ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. ആജ്ഞ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആജ്ഞ, എന്ത് പിഴവ് എന്നതാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്? എന്താണ് വിശദാംശങ്ങൾ?
ശ്രീജ, കഴിഞ്ഞ ദിവസം കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ പോലീസ് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുകേഷിനെതിരെയുള്ള ഡിജിറ്റൽ തെളിവുകളായിരുന്നു. ഇമെയിൽ സന്ദേശങ്ങളും വാട്സാപ്പ് സന്ദേശങ്ങളും അടക്കം മുകേഷിന് എതിരായി തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ ആലുവ സ്വദേശിനിയായ നടിക്കെതിരെ ലൈംഗിക അതിക്രമം നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ലഭിച്ചു എന്ന് തന്നെയായിരുന്നു കോടതിയിൽ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. അതായത് മുകേഷ് ഈ കേസിൽ കുറ്റക്കാരനാണ് എന്ന് തന്നെയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതേസമയം അതിൽ സാങ്കേതികമായി പിഴവുണ്ട് എന്നാണ് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സൂക്ഷ്മ പരിശോധനയിലാണ് ഇത്തരത്തിൽ സാങ്കേതിക പിഴവുകൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് കോടതി മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ കുറ്റപത്രം മടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കോടതി നീങ്ങിയിരിക്കുന്നത്. അതിന് വിശദാംശങ്ങൾ വരുന്നതേയുള്ളൂ. എന്നിരുന്നാൽ ഏത് സാഹചര്യത്തിലാണ് പിഴവ് കണ്ടെത്തിയത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. അതായത് സാങ്കേതിക പരിശോധനയിൽ സൂക്ഷ്മ പരിശോധനയിൽ സാങ്കേതിക പിഴവുകൾ കണ്ടെത്തി എന്ന് മാത്രമാണ് കോടതി വ്യക്തമാക്കുന്നത്. എന്തായാലും സുരേഷിനെതിരെ മുകേഷ് MLA-ക്കെതിരെ കഴിഞ്ഞ ദിവസം സമർപ്പിച്ച കുറ്റപത്രം കോടതി മടക്കി എന്നുള്ളതാണ് ശരി. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് കിട്ടുന്ന മുറയ്ക്ക് തന്നെ അതിലേക്ക് വരാം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൊച്ചിയിൽ നിന്ന്. ഈ കൊച്ചിയിലെ സ്കൂൾ വിദ്യാർത്ഥി മിഹിർ അഹമ്മദ് എന്ന 15-കാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ അധ്യാപകരുടെ മൊഴിയെടുക്കാൻ പോലീസ് ഒരുങ്ങുകയാണ്. സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ തെളിവെടുപ്പ് ഇന്നും തുടരും. ഇന്നലെ കളക്ടറേറ്റിൽ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഹാജരായിരുന്നു. വളരെ പ്രധാനപ്പെട്ട പല വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഈ കുട്ടി പഠിച്ചിരുന്ന സ്കൂളിന്റെ പ്രിൻസിപ്പൽ ഒരു MBA-കാരനാണ്. ഇങ്ങനെ ഒരു പോസ്റ്റിലിരിക്കാൻ യോഗ്യത ഉണ്ടായിരുന്ന ആളല്ലെന്ന് പറയുന്നു. ഈ സ്കൂളുകളുടെ അംഗീകാരത്തെപ്പറ്റി പല വാർത്തകൾ വരുന്നു. ഇങ്ങനെ പല വാർത്തകളും ഈ കേരളത്തിലെ തന്നെ, കൊച്ചിയിലെ എന്നല്ല, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രശസ്തമായ 2 സ്കൂളുകളെ പറ്റി വരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇനി സ്കൂൾ അധികൃതർ പ്രതിരോധത്തിലാവുന്ന ഒരു സാഹചര്യമുണ്ട്. തെളിവെടുപ്പ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ? ശ്രീജ, ഈ കഴിഞ്ഞ ദിവസം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മാതാപിതാക്കളുടെയും 2 സ്കൂളിലെയും അധികൃതരുടെയും മൊഴിയെടുത്തു കഴിഞ്ഞു. മൊഴിയെടുപ്പ് ഇന്നും തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മിഹിറിന്റെ സഹപാഠികളുടെ ചോദ്യം ചെയ്യൽ ഇനി നടക്കാനുണ്ട്. അതുപോലെ തന്നെ സഹപാഠികളുടെ ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ അവരുടെ മെസ്സേജുകൾ, ചാറ്റുകൾ ഉൾപ്പെടെയുള്ളതിൻ്റെ ഡീറ്റെയിൽസ് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ മിഹിർ 3 മാസം മുൻപ് പഠിച്ചിരുന്ന ജംസ് സ്കൂൾ വൈസ് പ്രിൻസിപ്പലിനെ ഇതുമായി ബന്ധപ്പെട്ട സ്കൂൾ അധികൃതർ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. സ്കൂളിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ പ്രശ്നത്തെ തുടർന്ന് മിഹിറിനെ ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് ഈ വൈസ് പ്രിൻസിപ്പാളിന്റെ ഈ അസ്വസ്ഥത മാറാൻ വീണ്ടും അദ്ദേഹം ആ സസ്പെൻഷൻ കാലാവധി നീട്ടുകയും ചെയ്തു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള പരാതി. ആ സമയത്ത് മിഹിറിന്റെ എക്സാം ടൈം ആയിരുന്നു. അത് മിഹിറിന്റെ പഠനത്തെ ബുദ്ധിമുട്ടാക്കുന്ന തരത്തിലേക്ക് നീങ്ങി എന്നുള്ളതായിരുന്നു മാതാപിതാക്കളുടെ പരാതി. ഇത് കാണിച്ച് മാതാപിതാക്കൾ നേരത്തെ ബാലാവകാശ കമ്മീഷൻ മുൻപാകെ പരാതി നൽകിയിട്ടുമുള്ളതാണ്. അതിനുശേഷമാണ് ആ സ്കൂളിൽ നിന്നും മിഹിറിനെ ഈ പരാതിയെ തുടർന്ന് ഇത്തരം അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്നാണ് മിഹിറിനെ ആ സ്കൂളിൽ നിന്നും ഈ ഗ്ലോബൽ സ്കൂളിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇത് മാത്രമല്ല, പോക്സോ കേസിന്റെ സാധ്യതയുണ്ടോ എന്നും പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പല ചോദ്യങ്ങൾക്കും കൃത്യമായും മറുപടി നൽകാൻ സ്കൂൾ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യവും പുറത്തു വരുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞതുപോലെ സഹപാഠികളെ ചോദ്യം ചെയ്യും. സഹപാഠികളുടെ ചാറ്റിംഗ് രേഖകളും അതുപോലെ PTA മീറ്റിങ്ങുകളുടെ മിനിറ്റ്സുകളും ഹാജരാക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാജഹാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ശ്രീജ. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. അമ്മാവൻ ഹരികുമാറാണ് കേസിലെ പ്രതിസ്ഥാനത്തുള്ളത്. കുട്ടിയുടെ അമ്മ ശ്രീതുവും റിമാൻഡിലാണ്. സാമ്പത്തിക തട്ടിപ്പിലാണ് യുവതിയെ അറസ്റ്റ് ചെയ്തത്. അമ്മയ്ക്കായുള്ള കസ്റ്റഡി അപേക്ഷയും അന്വേഷണ സംഘം സമർപ്പിക്കും. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഈ കേസിൽ ഇപ്പോഴും പോലീസ് സത്യത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ്.
കൊലപാതകം ചെയ്തത് ഈ കുട്ടിയുടെ അമ്മാവനാണെന്ന് പറയുമ്പോൾ പോലും എന്താണ് കൃത്യ മോട്ടീവ് എന്നതിലേക്ക് എത്താൻ ഇപ്പോഴും പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇതിനു പിന്നാലെയാണ് ഈ സാമ്പത്തിക തട്ടിപ്പ് കേസ് വരുന്നത്. അങ്ങനെ വളരെ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിൽ ഈ കേസിന്റെ അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? എന്തൊക്കെയായിരിക്കും തുടർ നടപടികൾ? ഈ പശ്ചാത്തലത്തിൽ ശ്രീജി ഇപ്പോൾ സൂചിപ്പിച്ച ഈ പശ്ചാത്തലത്തിലാണ് കസ്റ്റഡി അപേക്ഷ നൽകി വിശദമായ ചോദ്യം ചെയ്യലിന് വേണ്ടി അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. അതായത് കൊലപാതകം നടത്തിയത് ഹരികുമാർ തന്നെയാണ് എന്ന് പോലീസിനോട് സമ്മതിക്കുമ്പോഴും അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ച് പലപ്പോഴും വ്യത്യസ്തമായ മൊഴികൾ നൽകുന്നതാണ് അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നത്. അവിടെ ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ കൂടി സഹകരണത്തോടെ ഈ ചോദ്യം ചെയ്യലടക്കമുള്ള തുടർ നടപടികളിലേക്ക് കടക്കുന്നതിനുള്ള നീക്കങ്ങളാണ് പോലീസ് നടത്തുന്നത് വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം ഈ ശ്രീധുവിന് ഈ കൊലപാതകത്തെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സൂചന, ഈ ദേവേന്ദുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള സൂചന നേരത്തെ നൽകിയിരുന്നോ ഹരികുമാർ? ഈ കാര്യത്തെക്കുറിച്ചടക്കം വിശദമായ പരിശോധനകൾ നടക്കും. ഇരുവരിൽ നിന്നും പോലീസ് ഏറെ മണിക്കൂറുകൾ ചോദ്യം ചെയ്യലിന് ശേഷം മൊഴിയെടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ രണ്ട് സമയങ്ങളിലും വ്യത്യസ്തമായ മൊഴിയാണ് ഇരുവരും നൽകിയത്. ആദ്യം കുറ്റം സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് ഇവരുടെ വാട്സാപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് നടത്തിയ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഹരികുമാർ ഈ കൃത്യം നടത്തിയത് താൻ തന്നെയാണ് എന്ന് സമ്മതിക്കുന്ന സാഹചര്യമുണ്ടായത്. അതോടൊപ്പം ഈ അയൽവാസികളുടെ ഉൾപ്പെടെയുള്ള മൊഴി ഈ കേസിൽ നിർണായകമാകും. ഈ വീട്ടിൽ എന്താണ് നടക്കുന്നത് എന്ന് ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ വലിയ തരത്തിലുള്ള സാമ്പത്തിക നഷ്ടവും ബാധ്യതയും ഉണ്ടാകുന്ന തരത്തിലുള്ള വ്യാപാരമോ മറ്റിടപാടുകളോ അവർ നടത്തിയതായി അറിയത്തില്ല എന്നുമാണ് ഈ കുടുംബവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന കുടുംബത്തിന്റെ തൊട്ടടുത്തുള്ള ആളുകളടക്കം പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അവിടെയാണ് ഇങ്ങനെ വലിയൊരു സാമ്പത്തിക ബാധ്യതയിലേക്ക് ഈ കുടുംബം പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ യഥാർത്ഥ കാരണം എന്താണ് എന്നതിനെക്കുറിച്ച് കൂടി വിശദമായ അന്വേഷണം അനിവാര്യമാണ് എന്ന് പോലീസ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ശ്രീധുവിനെയും ഹരികുമാറിനെയും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നത്. ഡാൻ കുര്യനാണ്. ഡാൻ, ഈ സാമ്പത്തിക തട്ടിപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു എലമെന്റായി വരുന്നു. ആദ്യഘട്ടത്തിൽ ഇല്ലാത്ത, അവർക്ക് സാമ്പത്തിക ബാധ്യതകളുണ്ട് എന്ന വിവരങ്ങൾ ആദ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരാളിൽ നിന്ന് മാത്രം 10 ലക്ഷം രൂപ തട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പരാതികൾ വേറെ ഉണ്ടോ? ഇതറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ശ്രീധുവിന്റെ കസ്റ്റഡിയെ എത്രമാത്രം സീരിയസ് ആയി തന്നെയാണ് പോലീസ് കാണുന്നത്? രണ്ടുപേരെയും കസ്റ്റഡിയിൽ എടുക്കേണ്ടത് അനിവാര്യമായ ഒരു സാഹചര്യമാണ്. നിലവിൽ ശ്രീധുവിനെതിരെ ഈ സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഹരികുമാർ നൽകിയിരിക്കുന്ന മൊഴിയിൽ പരാമർശിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. അതായത് ശ്രീധുവിന് ഈ കൊലപാതകത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിച്ചിരുന്നോ, ഈ ദേവേന്ദുവിനെ ഇങ്ങനെ ഇല്ലാതാക്കാൻ പോകുന്നു എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിരുന്നോ, ഈ കാര്യത്തിലാണ് വ്യക്തത കൈവരാനുള്ളത്. അവിടെയടക്കം വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമായിട്ടുണ്ട്. മറ്റ് കുടുംബങ്ങളിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട പരാതിക്കപ്പുറം മറ്റാർക്കെങ്കിലും സമാനമായ തരത്തിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അവർ ഇപ്പോഴത്തെ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പുറത്തത് പറയാൻ മടിക്കുന്നതാണോ, ഈ കാര്യങ്ങളൊക്കെ പോലീസിന്റെ സംശയ നിഴലിലാണുള്ളത്. അതുകൊണ്ട് അല്പം കൂടി കാത്തിരിക്കാനും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരാതികൾ എവിടെ നിന്നുണ്ടെങ്കിലും ലഭിക്കുന്നുണ്ടോ എന്നറിയാനുമുള്ള ഒരു നീക്കമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മറ്റൊരു വാർത്തയിലേക്ക്. മലപ്പുറം മഞ്ചേരിയിൽ വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തൃക്കലങ്ങോട് കാരക്കുന്നിൽ സ്വദേശി ഷൈമ സിനിവർ എന്ന കുട്ടിയാണ് മരിച്ചത്. വിവാഹം ഉറപ്പിച്ച് അടുത്ത ദിവസം നിക്കാഹ് ചടങ്ങുകൾ നടക്കാനിരിക്കെയാണ് ഷൈമയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷൈമയുടെ മരണത്തിന് പിന്നാലെ രാത്രി 8:30 ഇവരുടെ അയൽവാസിയും വിദ്യാർത്ഥിയുമായ ആൺ സുഹൃത്തിനെയും ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നിലയിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, കഴിഞ്ഞ ദിവസം വിവാഹ നിശ്ചയം കഴിയുന്നു, നിക്കാഹ് നടക്കാനിരിക്കുന്നു. 18 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടി. ഇത്തരം വാർത്തകൾ പറയേണ്ടി വരുന്നത് തന്നെ നമുക്ക് വളരെ വളരെ വിഷമമുള്ളതാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? ശ്രീജ, ഗുഡ് മോർണിംഗ്. ഈ ഒരു സംഭവത്തിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത് പ്രണയനൈരാശ്യമാണ് ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് നയിച്ചതെന്ന സൂചനകളാണ് പ്രാഥമികമായി പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. ഇന്നലെ നമ്മൾ ഇത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. മറ്റ് ദുരൂഹതകളല്ല, ഈ കുട്ടിക്ക് മറ്റൊരു യുവാവുമായിട്ട് ഇവർ അടുപ്പത്തിലായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ വിവാഹം നിശ്ചയിച്ചതിൻ്റെ മനോവിഷമമാണ് ഇതിലേക്ക് നയിച്ചതെന്ന സൂചനകളാണ് നമുക്ക് ആദ്യ ഘട്ടത്തിൽ അന്വേഷണ സംഘത്തിൽ നിന്നും ലഭ്യമായിട്ടുള്ളത്. മറ്റ് ദുരൂഹതകൾ എന്തെങ്കിലും ഇതിലുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് കുടുംബത്തിൻ്റെ പ്രതികരണം ലഭ്യമായിട്ടില്ല. അവർ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലുമല്ല.
കാരണം പുറത്തു വരുന്ന ഈ വാർത്തകളൊക്കെ അവരെ സംബന്ധിച്ച് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല എന്നുകൊണ്ട് തന്നെ അവർ പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. കുട്ടിയുടെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണ് ഉള്ളത്. ഈ സുഹൃത്ത് ഇന്നലെ കൈഞ്ഞരമ്പ് മുറിച്ച അവസ്ഥയിൽ കണ്ടെത്തിയ സുഹൃത്തും മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇയാളുടെ നില മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് നമുക്ക് പ്രാഥമികമായിട്ട് ലഭിക്കുന്നത്. ശ്രീജ. ഷൈമ എന്ന 18 വയസ്സുള്ള കുട്ടിയാണ് നിക്കാഹ് ഉറപ്പിച്ച് അടുത്ത ദിവസം നിക്കാഹ് നടക്കാനിരിക്കെ ആത്മഹത്യ ചെയ്തത്. വിവരങ്ങളാണ് അനുമോദ് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ പുലിയിറങ്ങി. ജനവാസ മേഖലയിൽ നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. ദൃശ്യങ്ങൾ പരിശോധിച്ച മലപ്പുറം DFO സംഭവം സ്ഥിരീകരിച്ചു. ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലിയെ പിടിക്കാൻ കൂട് സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. മണ്ണാർമല ഭാഗത്ത് സ്ഥിരമായിട്ട് ആളുകൾക്കുള്ള തലവേദനയായിരുന്നു. ഇവിടെ വഴി യാത്രക്കാരൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു വിഷയമായിരുന്നു. ഈ മണ്ണാർമല മാട് റോഡിൽ യാത്രക്കാർ പുലിയെ കണ്ടതായിട്ട് സ്ഥിരമായിട്ട് നാട്ടിൽ വന്ന് വിവരം അറിയിക്കാറുണ്ടായിരുന്നു. മുൻപ് തന്നെ ഇതേപോലെ ഒരു വീട്ടിലത്തെ CCTV ക്യാമറയിൽ കുറച്ച് ദൂരത്ത് നിന്ന് തന്നെ അത്തരത്തിലുള്ളൊരു പുലിയെന്ന് തോന്നിക്കുന്ന രീതിയിൽ മുൻപൊരു ഇത് കണ്ടിരുന്നു. അനുമോദ്, ഇത് പെരിന്തൽമണ്ണയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ നിലമ്പൂരിൽ നിന്നൊക്കെ ഇത്തരം വാർത്തകൾ വരുമ്പോൾ സ്വാഭാവികമായും വനമേഖലയോട് ചേർന്നെന്നൊക്കെ പറയാറുണ്ട്. ഈ ജനവാസ മേഖലയിൽ ഇങ്ങനെ ഒരു പുലി വരുന്ന സാഹചര്യം അത് സ്വാഭാവികമായും ആളുകളെ വളരെ ഭീതിയിലാക്കുന്നുമുണ്ട്. ഈ സ്ഥലത്തിന്റെ പ്രത്യേകതകൾ എങ്ങനെയാണ്? അങ്ങനെ ഒരു പുലി ഇറങ്ങി വരാനുള്ളൊരു സാഹചര്യമുള്ള സ്ഥലമാണോ ഇത്? ശ്രീജ, ഈ ഒരു മേഖലയിൽ മുൻപും പുലിയുടെ സാന്നിധ്യം കണ്ടിട്ടുണ്ട്. അതായത് ഇത് കൊടികുത്തി മലനിരകളുടെ തുടർച്ചയായിട്ടുള്ള ഒരു മേഖലയാണ് മണ്ണാർമല. ജനവാസ മേഖലയാണെങ്കിലും കുന്നും ചെടികളും കുറ്റിക്കാടുകളും ഒക്കെ ധാരാളമായിട്ടുള്ളൊരു പ്രദേശമാണ്. അതായത് ഈ ഒരു മേഖലയിൽ 1-2 വലിയ മലകളുമുണ്ട്. അവിടെയൊക്കെ പുലിയെ മുൻപ് കണ്ടതായിട്ട് വർഷങ്ങൾക്ക് മുൻപും മാസങ്ങൾക്ക് മുൻപൊക്കെ കണ്ടതായിട്ടുള്ള വാർത്തകളുണ്ടായിരുന്നു. മണ്ണാർമല ഒരു 4 വർഷം മുൻപ് പുലിയെ പിടികൂടാൻ കൂടുവെച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. 6 വർഷം മുൻപ് ഈ മണ്ണാർമലയുടെ മറുവശത്തായിട്ടുള്ള ശാന്തപുരത്ത് വെച്ച് പുലിയെ കൂട്ടിലാക്കിയ ഒരു ചരിത്രമുണ്ട്. അപ്പോൾ നിലമ്പൂരിൻ്റെ ഈ തിക്ക് ഫോറസ്റ്റിൻ്റെ ഒരു റീജിയണിൽ അല്ലെങ്കിൽ പോലും ഭൂഘടന അല്ലെങ്കിൽ പോലും ഈ ഒരു മേഖലയിൽ പുലിയുടെ സാന്നിധ്യം മറ്റു വന്യജീവികളുടെ സാന്നിധ്യമൊക്കെ പതിവായിട്ടുള്ളതാണ്. പക്ഷേ ഇതുവരെ ഇത്ര വ്യക്തമായിട്ട് പുലിയുടെ ദൃശ്യങ്ങൾ ഒരു CCTV ക്യാമറയിൽ പതിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിപ്പോൾ വ്യക്തമായിട്ട് നമുക്ക് CCTV ദൃശ്യങ്ങളിൽ കാണാൻ ഒരു പുലി നടന്നു പോകുന്നതിൻ്റെ. അപ്പോൾ ഇത് ഇനി നാട്ടുകാരെ സംബന്ധിച്ച് മുൻപ് ഉന്നയിച്ചതെല്ലാം തന്നെ സംശയങ്ങളാണെങ്കിൽ ഇനിയിപ്പോൾ സംശയത്തിൻ്റെ ആവശ്യമില്ല. ഇത് പുലി തന്നെയാണെന്ന് അവർക്ക് സ്ഥിരീകരിക്കാൻ ഈ ദൃശ്യങ്ങളിലൂടെ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ സൗത്ത് DFO ആണ് നടപടി എടുക്കേണ്ടത്. കാരണം നിലമ്പൂർ സൗത്തിൻ്റെ കീഴിലാണ് ഈ ഒരു മേഖല ഒന്നാകെ വരിക. അപ്പോൾ പുലിയുടെ പിടികൂടാൻ കൂട് സ്ഥാപിക്കാനുള്ള ആവശ്യമായ നടപടികൾ എടുക്കണമെന്നാണ് നാട്ടുകാർ ഇപ്പോൾ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അത് ശക്തമായിട്ട് തന്നെ അവർ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഇതുവരെ ഉണ്ടായിരുന്നത് പോലെയല്ല, വീടുകൾക്ക് അടുത്തുകൂടെയാണ് പുലി കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ ഇത് തികച്ചും ആശങ്കയുണ്ടാക്കുന്നൊരു സാഹചര്യം തന്നെയാണ് ഈ മേഖലയിൽ തീർത്തിരിക്കുന്നത്. ഈ പുലിയെ ട്രാക്ക് ചെയ്ത് അതിൻ്റെ ഏത് മേഖലയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് കൂടുതൽ സഞ്ചാരപാത ഏതാണെന്ന് മനസ്സിലാക്കി ആ വഴിയിൽ ഒരു കൂട് സ്ഥാപിച്ച് ഇതിനെ പിടികൂടി ഭീതി അകറ്റണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾ ഉന്നയിച്ചിട്ടുള്ളത്. വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും നടപടികളൊന്നും ഉണ്ടാകും. ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ നടപടികൾ ഉണ്ടാകുമെന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്നാണെങ്കിലും പുലിയുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞതോടെ ഈ ഒരു മേഖല ഒന്നാകെ ഇപ്പോൾ പുലിയുടെ പേടിയിലാണ് ഉള്ളത്. അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. തുടരെ ഇത്തരം ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടാവുകയാണ്. ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് സാധാരണമായി മാറിക്കൊണ്ടിരിക്കുന്നു. അത് ആ മേഖലയിലെ ജനങ്ങളെ വലിയ ഭീതിയിലാക്കുന്നുമുണ്ട്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. സുരേഷ് ഗോപിയുടെ ഉന്നത കുലജാതർ പരാമർശത്തിൽ വിവാദം തുടരുന്നു. കേന്ദ്രമന്ത്രിക്കെതിരെ ഭരണ പ്രതിപക്ഷ നേതാക്കൾ പരാമർശം വളച്ചൊടിച്ചെന്ന് സുരേഷ് ഗോപി. മൗനം തുടർന്ന BJP സംസ്ഥാന നേതൃത്വം. വിവാദ പ്രസ്താവനയിൽ നിന്ന് മലക്കം മറിഞ്ഞ് ജോർജ് കുര്യൻ. സംസ്ഥാനം ധനകാര്യ കമ്മീഷനെ സമീപിക്കാനാണ് പറഞ്ഞതെന്ന വിശദീകരണം. പ്രസ്താവന വിവാദമായതിന് പിന്നാലെ സംസ്ഥാനത്തിന്റെ ഭാഗമാകേണ്ടവർ വിഘടന്യായം പറയുന്നതായി മുഖ്യമന്ത്രി.
കേരളത്തിന്റെ റെയിൽവേ വിഹിതം 3042 കോടി എന്ന അശ്വിനി വൈഷ്ണവ്. കേരളത്തിൽ 35 റെയിൽവേ സ്റ്റേഷനുകൾ വികസിപ്പിക്കും. UPA കാലത്തേക്കാൾ 8 ഇരട്ടിയെന്നും റെയിൽ മന്ത്രി. രാജ്യത്ത് 200 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ അനുവദിക്കും. റോഡുകളിൽ ടോൾ പിരിക്കാൻ സംസ്ഥാന സർക്കാർ. പണം പിരിക്കുക. കിഫ്ബി പദ്ധതി പ്രകാരം പണിയുന്ന റോഡുകൾക്ക് ധാരണ. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിതല യോഗത്തിൽ ഉടൻ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വരും. കോട്ടയത്ത് പോലീസുകാരനെ ചവിട്ടിക്കൊന്ന പ്രതിയുമായി തെളിവെടുപ്പ്. മഞ്ചേരിയിൽ ആത്മഹത്യ ചെയ്ത വിഷ്ണുജ ഭർത്തൃവീട്ടിൽ നേരിട്ടത് കൊടിയ പീഡനമെന്ന് സുഹൃത്ത്. നെന്മാറ കൂട്ടക്കൊലയിൽ തെളിവെടുപ്പിന് പോലീസ് ചെന്താമരയ്ക്കായി കസ്റ്റഡി അപേക്ഷ നൽകി. തൃപ്പൂണിത്തുറ മിഹിർ ആത്മഹത്യയിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി. അന്വേഷണം തുടങ്ങി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മൊഴി നൽകി മാതാപിതാക്കൾ. ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്ന് രാഹുൽ ഗാന്ധി. എറണാകുളം വേങ്ങൂരിൽ കോളേജ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. ഡൽഹി നിശബ്ദ പ്രചരണത്തിൽ. 70 മണ്ഡലങ്ങളിലേക്ക് വോട്ടെടുപ്പ് മറ്റന്നാൾ. ഭരണ തുടർച്ചയ്ക്ക് AAP. അധികാരം പിടിക്കാൻ BJP, കരുത്തുകാട്ടാൻ കോൺഗ്രസ്. കൈവിരലിന് പൊട്ടൽ. രഞ്ജി ട്രോഫി ക്വാർട്ടറിൽ സഞ്ജു സാംസൺ കളിക്കില്ല. IPL-ൽ ആദ്യ മത്സരങ്ങൾ നഷ്ടമായേക്കും. 6 ആഴ്ച വിശ്രമം. സുരേഷ് ഗോപിയുടെ ഉന്നത കുലജാതർ പരാമർശത്തിൽ വിവാദം തുടരുന്നു. കേന്ദ്രമന്ത്രിക്കെതിരെ ഭരണ പ്രതിപക്ഷ നേതാക്കൾ. പരാമർശം വളച്ചൊടിച്ചെന്ന് സുരേഷ് ഗോപി. മൗനം തുടർന്ന BJP സംസ്ഥാന നേതൃത്വം. വിവാദ പ്രസ്താവനയിൽ നിന്ന് മലക്കം മറിഞ്ഞ് ജോർജ് കുര്യൻ. സംസ്ഥാനം ധനകാര്യ കമ്മീഷനെ സമീപിക്കാനാണ് പറഞ്ഞതെന്ന് വിശദീകരണം. പ്രതികരണം: പ്രസ്താവന വിവാദമായതിന് പിന്നാലെ സംസ്ഥാനത്തിന്റെ ഭാഗമാകേണ്ടവർ വിഘടന്യായം പറയുന്നതായി മുഖ്യമന്ത്രി. കേരളത്തിന്റെ റെയിൽവേ വിഹിതം 3042 കോടി എന്ന അശ്വിനി വൈഷ്ണവ്. കേരളത്തിൽ 35 റെയിൽവേ സ്റ്റേഷനുകൾ വികസിപ്പിക്കും. UPA കാലത്തേക്കാൾ 8 ഇരട്ടിയെന്നും റെയിൽ മന്ത്രി. രാജ്യത്ത് 200 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ അനുവദിക്കും. റോഡുകളിൽ ടോൾ പിരിക്കാൻ സംസ്ഥാന സർക്കാർ. പണം പിരിക്കുക. കിഫ്ബി പദ്ധതി പ്രകാരം പണിയുന്ന റോഡുകൾക്ക് ധാരണ. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 2 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് പോലീസ് ആവശ്യപ്പെട്ടത്. വൻ സുരക്ഷാ വലയത്തിൽ ചെന്താമരയെ തെളിവെടുപ്പിനെത്തിക്കും. വിവരങ്ങളുമായി ഐഷത്തുൽ ഷംന. ഷംന, ഗുഡ് മോർണിംഗ്. വലിയ സുരക്ഷ ആവശ്യമുണ്ട്. സ്വാഭാവികമായി നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് നമ്മൾ ആദ്യ ദിവസം തന്നെ അർദ്ധരാത്രി തന്നെ കണ്ടതാണ് എത്രത്തോളം പ്രതിഷേധം ഉണ്ടാവുമെന്നത്. എങ്ങനെയാണ് പോലീസ് ഇയാളെ കോടതിയിൽ എത്തിക്കാനും തുടർന്നുള്ള തെളിവെടുപ്പിനുമൊക്കെ സജ്ജരായിട്ടുള്ളത്? ശ്രീജ, ഗുഡ് മോർണിംഗ്. ഇന്ന് ആലത്തൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രതിയെ ഹാജരാക്കുന്നത്. 2 ദിവസത്തെ കസ്റ്റഡിക്കാണ് പോലീസ് ആവശ്യപ്പെട്ടത്. ഇന്ന് പ്രതിയെ വിട്ടുകൊടുത്ത് ഉച്ചയോടുകൂടി തന്നെ തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ നീക്കം. ഒപ്പം തന്നെ ഈ നാട്ടുകാരുടെ രോഷം കണക്കിലെടുത്ത് വലിയ സുരക്ഷാ സന്നാഹങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. 200-ലധികം പോലീസുകാർ പോത്തുണ്ടിയിൽ മാത്രം, അതായത് ഈ കൊലപാതകം നടന്ന ഏരിയയിൽ മാത്രം സുരക്ഷയ്ക്കായി ഉണ്ടാകും. ഒപ്പം തന്നെ ഡ്രോൺ നിരീക്ഷണം അടക്കമുള്ള സന്നാഹങ്ങൾ ഈ തെളിവെടുപ്പിനായി ഒരുക്കിയിട്ടുണ്ട്. കാരണം നേരത്തെ തന്നെ ഈ പ്രതിയെ പിടികൂടിയ സമയത്തടക്കം വലിയ രീതിയിൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധം ഉണ്ടായിരുന്നു. ഈ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നതിലേക്കടക്കം അല്ലെങ്കിൽ അവിടെ അടക്കം ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള രോഷപ്രകടനങ്ങൾ കണ്ടതാണ്. അതിൽ പോലീസ് കേസും എടുത്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പിന്നീട് വിയ്യൂരിൽ അതീവ സുരക്ഷാ ജയിലിലേക്ക് പ്രതിയെ മാറ്റിയത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നത്. എന്തായാലും ഇന്ന് തെളിവെടുപ്പിന് എത്തിക്കുന്നതോടെ വലിയ രീതിയിലുള്ള സുരക്ഷ അത് ഉറപ്പുവരുത്തുന്നുണ്ട്. ഒപ്പം സാധാരണ ഒരു തെളിവെടുപ്പിനപ്പുറത്തേക്ക് ഈ പ്രതി ആസൂത്രിതമായി നടത്തിയ കൊലപാതകമായിരുന്നു ഇത് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി അടക്കം അതിനപ്പുറത്തേക്ക് കൂടുതൽ തെളിവ് ശേഖരിക്കുന്നതിനൊക്കെ വേണ്ടി കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ അടക്കമുള്ള നടപടികളിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ നാട്ടുകാരുടെ ഭാഗത്ത് നിന്നുള്ള രോഷം അത് ഇരട്ടിയാവാൻ സാധ്യതയുണ്ട്. മറ്റൊരു കാര്യമുള്ളത്, ഈ പോലീസിനോടും ഈ നാട്ടുകാർക്ക് വലിയ രീതിയിലുള്ള
രീതിയിലുള്ള വിരോധമുണ്ട്. കാരണം പല ഘട്ടങ്ങളിലായി പ്രതിക്കെതിരെ നാട്ടുകാർ പരാതി നൽകിയിരുന്നു. കാരണം ഈ പ്രതി സുധാകരനെയും കുടുംബത്തെയും മാത്രമല്ല സമീപവാസികളെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, തങ്ങൾക്ക് വധഭീഷണി ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പലപ്പോഴായി നാട്ടുകാർ പരാതി നൽകിയിരുന്നു. പക്ഷെ അതൊരു ഘട്ടത്തിൽ പോലും പോലീസ് ഗൗരവത്തിലെടുത്തിട്ടില്ല എന്നാണ് അവരുടെ ആരോപണം. ഒപ്പം തന്നെ ഈ പോലീസ് അതൊന്ന് ഗൗരവത്തിൽ എടുത്തിരുന്നെങ്കിൽ 2 കൊലപാതകങ്ങൾ, അതിക്രൂരമായ 2 കൊലപാതകങ്ങൾ നടക്കില്ലായിരുന്നു എന്നാണ് ഇപ്പോഴും നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിനെതിരെ കൂടി ഈ നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള ഒരു രോഷമുണ്ട്. എന്തായാലും ഈ തെളിവെടുപ്പിന് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ എത്തിക്കും. ഏതാണ്ട് 1 മണിക്കൂർ നീണ്ട തെളിവെടുപ്പാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം അതിനുശേഷം ഈ പ്രതിയെ ചോദ്യം ചെയ്യും. പിന്നീട് ആവശ്യമാണെങ്കിൽ, അതായത് ചോദ്യം ചെയ്യൽ നേരത്തെ ആദ്യഘട്ടങ്ങളിലൊക്കെ പോലീസിനെ വഴിതെറ്റിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ കേസ് അന്വേഷണം വഴിതെറ്റിക്കുന്ന തരത്തിലാണ് പ്രതി മൊഴി നൽകിയിരുന്നത്. ഈ വിഷം കഴിച്ചു എന്നതുൾപ്പെടെ അത്തരത്തിൽ കേസ് അന്വേഷണം വഴിതെറ്റിക്കുന്ന തരത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് തെളിവെടുപ്പിന് ശേഷം പ്രതിയെ ചോദ്യം ചെയ്ത് അതിൽ പിന്നീട് എന്തെങ്കിലും അസ്വാഭാവികത തോന്നിയാൽ അല്ലെങ്കിൽ ആ മൊഴിയിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടെന്ന് തോന്നിയാൽ പിന്നീട് നാളെയും ഈ തെളിവെടുപ്പുണ്ടാകും. ഇന്ന് എന്തായാലും ഈ ബോയൻ കോളനിയിൽ, അതായത് ഈ കൊലപാതകം നടന്ന പ്രദേശത്തും പ്രതിയുടെ വീട്ടിലുമാണ് ഇന്ന് ഉച്ചയോടുകൂടി തെളിവെടുപ്പുണ്ടാവുക. അതിനുശേഷം ചോദ്യം ചെയ്യൽ ഉണ്ടാവും. വലിയ രീതിയിലുള്ള സുരക്ഷ, 200-ലധികം പോലീസുകാർ പോത്തുണ്ടിയിൽ മാത്രം സുരക്ഷയൊരുക്കും. ഡ്രോൺ നിരീക്ഷണം അടക്കമുള്ളവ ഉണ്ടാകും. ശ്രീജ. യെസ്, ഷംനയാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന്. മറ്റു വാർത്തകളിലേക്ക്. കാനഡയ്ക്കെതിരെ US പ്രഖ്യാപിച്ച ഇറക്കുമതി തീരുവ മരവിപ്പിച്ചു. 1 മാസത്തേക്ക് നടപടി ഉണ്ടാവില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഡൊണാൾഡ് ട്രംപുമായി കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ധാരണയായത്. അനധികൃത കുടിയേറ്റം തടയാൻ അതിർത്തിയിൽ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന് ജസ്റ്റിൻ ട്രൂഡോ അറിയിച്ചു. KP അഭിലാഷ് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. അഭിലാഷ്, ഈ ആഗോളതലത്തിൽ തന്നെ എങ്ങനെയൊക്കെയാണ് ട്രംപിന്റെ നടപടികൾ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന ചർച്ചകളൊക്കെ സജീവമാവുന്നതിനിടയിലാണ് ഒരു ചെറിയ സമവായത്തിന്റെ ഒരു സൂചന കാനഡയിൽ നിന്നുണ്ടാവുന്നത്. ഈ ജസ്റ്റിൻ ട്രൂഡോയുമായുള്ള ട്രംപിന്റെ കോൺവെർസേഷൻ അത് കുറച്ച് പോസിറ്റീവായിരുന്നു എന്ന് തന്നെയാണോ മനസ്സിലാക്കുന്നത്? ശ്രീജ, സമവായത്തിന് മുതിരുകയും ചെറിയ ഇളവുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തു എങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര യുദ്ധം, ട്രേഡ് വാർ എന്നത് പുതിയ തലത്തിലേക്ക് തന്നെ നീങ്ങുകയാണ്. അത് വലിയ പ്രതിസന്ധി തന്നെയാണ് ഇപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അനധികൃത കുടിയേറ്റം, ഒപ്പം മയക്കുമരുന്ന് അടക്കമുള്ള ലഹരി വസ്തുക്കളുടെ വ്യാപനം, ഇത് രണ്ടും തടയുന്നതിന് വേണ്ടിയാണ് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് തന്നെ അനധികൃത കുടിയേറ്റം ചെറുക്കും എന്നും മയക്കുമരുന്ന് വ്യാപനം ചെടുക്കും എന്നും പറഞ്ഞിരുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് പലപ്പോഴും വിജയിക്കുന്നതിന് വേണ്ടി ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്താറുണ്ട് എങ്കിലും അതിവേഗത്തിലുള്ള ഒരു നടപടി ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. പക്ഷേ ട്രംപ് അത്തരം നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു കാനഡ, മെക്സിക്കോ, ചൈന അടക്കമുള്ള രാജ്യങ്ങൾക്ക് അധിക ചുങ്കം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത്. പിന്നീട് മെക്സിക്കോയുമായി ചർച്ച നടത്തുകയും അങ്ങനെ മെക്സിക്കോയ്ക്ക് ഇളവ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. മെക്സിക്കോ പ്രസിഡന്റ് ക്ലൗഡിയ ഷെയ്ൻ ബോമുമായിട്ടായിരുന്നു ചർച്ച നടത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു 25% അധിക ചുങ്കം ഏർപ്പെടുത്തിയത് പിൻവലിച്ചത്. അതിന് തൊട്ടു പിന്നാലെയാണ് കാനഡയ്ക്ക് മേൽ ചുമത്തപ്പെട്ട ചുങ്കവും പിൻവലിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് സൃഷ്ടിക്കുന്നത് വലിയ പ്രതിസന്ധിയാണ് എന്ന് പറയാൻ കാരണം മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും ഇത്തരത്തിൽ അധിക ചുങ്കം ഏർപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെ അതേ നാണയത്തിൽ തന്നെയായിരുന്നു ഈ രാജ്യങ്ങൾ തിരിച്ചടിക്കുകയും ചെയ്തത്. കാനഡയിൽ 25% അധിക ചുങ്കം ഏർപ്പെടുത്തിയപ്പോൾ കാനഡ അമേരിക്കയിൽ നിന്ന് കാനഡയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ, അതിൽ പ്രധാനപ്പെട്ടത് മദ്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ പഴം, പച്ചക്കറി പോലെയുള്ള വസ്തുക്കൾ, ഒപ്പം ഈ ഗാർഹിക ഉപകരണങ്ങൾ, ഫർണിച്ചറുകൾ, ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള അമേരിക്കയിൽ നിന്ന് കാനഡയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് കാനഡയും 25% അധിക നികുതി ഏർപ്പെടുത്തി. മാത്രവുമല്ല, മെക്സിക്കോയിലെയും കാനഡയിലെയും ജനങ്ങൾക്കിടയിൽ വലിയ ക്യാമ്പയിനും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കാനഡയിലെ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് വ്യാപാരികൾ സ്വയം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ മാറ്റിവെച്ച അല്ലെങ്കിൽ ആ ഷെൽഫുകൾ കാലിയാക്കിയ ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് തീർച്ചയായും ലോകക്രമത്തിൽ വലിയ മാറ്റങ്ങൾ ആണ് സൃഷ്ടിക്കാൻ പോകുന്നത്. അതിനിടെയായിരുന്നു അമേരിക്ക ചൈനയ്ക്ക് 10% അധിക ഇറക്കുമതി ചുങ്കവും ഏർപ്പെടുത്തിയത്. ഇങ്ങനെ ഒരു ട്രേഡ് വാർ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിനിടയിലാണ് കാനഡിയൻ പ്രസിഡന്റ് ജസ്റ്റിൻ
ട്രൂഡോയുമായി അമേരിക്കൻ പ്രസിഡന്റ് ചർച്ച നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ഈ കാനഡയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി കഴിയുന്നത്ര ശ്രമം നടത്തും എന്ന് ജസ്റ്റിൻ ട്രൂഡോ ഉറപ്പ് നൽകി. അതോടൊപ്പം തന്നെ മയക്കുമരുന്ന് കാനഡ വഴിയുമൊക്കെ അമേരിക്കയിലേക്ക് കടത്തുന്നതായുള്ള വിവരങ്ങളുണ്ട്. അത് തടയുന്നതിന് വേണ്ട നടപടികളും സ്വീകരിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം അമേരിക്കയുടെ അതിർത്തി രാജ്യങ്ങളിൽ ചൈനയുടെ സ്വാധീനം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ ശ്രമം കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം ചേർത്ത് വെക്കേണ്ട മറ്റൊരു വിഷയം എന്നത് ദക്ഷിണാഫ്രിക്കയോടുള്ള അമേരിക്കയുടെ സമീപനത്തിൽ മാറ്റം വരുന്നു എന്നുള്ളതാണ്. ദക്ഷിണാഫ്രിക്കയ്ക്ക് വലിയ സാമ്പത്തിക സഹായം ചെയ്യുന്ന രാജ്യം കൂടിയാണ് അമേരിക്ക. എന്നാൽ ഈ സാമ്പത്തിക സഹായങ്ങൾ അന്വേഷണ വിധേയമായി നിർത്തിവെച്ചിരിക്കുന്നു എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അത് ഈ ദക്ഷിണാഫ്രിക്കയിലെ ഒരു വിഭാഗം ആളുകളോട് ഭരണകൂടം തെറ്റായ സമീപനം സ്വീകരിക്കുന്നു, അവരുടെ ഭൂമി കണ്ടുകെട്ടുന്നു, അനധികൃതമായി ഇവരെ തടവിലാക്കുന്നു എന്ന ആക്ഷേപം ആണ് ഡൊണാൾഡ് ട്രംപ് ഉന്നയിക്കുന്നത്. പച്ചയായി പറഞ്ഞാൽ അത് വെള്ളക്കാർ എന്ന് തന്നെ കൃത്യമായി പറയാം. അതായത് ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാർ ആയിട്ടുള്ള, വെളുത്ത വർഗ്ഗക്കാർ ആയിട്ടുള്ള കർഷകരുടെ ഭൂമി അവിടുത്തെ ഭരണകൂടം പിടിച്ചു വെക്കുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. അവിടെ വെള്ളക്കാർക്ക് വലിയ പീഡനമാണ് സഹിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ വിധേയമായി ഈ സഹായം നിർത്തിവെച്ചതായി ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. മറ്റൊന്ന്, യൂറോപ്യൻ യൂണിയനിലേക്ക് കൂടി വ്യാപിക്കാൻ പോകുന്നു ഈ ട്രേഡ് വാർ എന്നതാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ളത്. യൂറോപ്യൻ യൂണിയൻ, അതിൽ ബ്രിട്ടൻ, UK ഒഴികെ ഉള്ള രാജ്യങ്ങളെയാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഈ യൂറോപ്യൻ യൂണിയൻ അമേരിക്കയെ വലിയ തോതിൽ ചൂഷണം ചെയ്യുകയാണ് എന്നാണ് പറയുന്നത്. അതായത് അമേരിക്ക യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുമ്പോൾ അതിൽ 27 രാജ്യങ്ങൾ ആണ് ഉള്ളത്. ഈ 27 രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾ അമേരിക്ക വാങ്ങുന്നുണ്ട്. അങ്ങനെ അമേരിക്കയുടെ സമ്പത്തിന്റെ ഒരു വലിയ ശതമാനം യൂറോപ്യൻ യൂണിയൻ അടിച്ചു മാറ്റുന്നു എന്ന തരത്തിലുള്ള പ്രയോഗം ആണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. എന്നാൽ തിരിച്ച് യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയോ അമേരിക്കയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഈ വ്യാപാരത്തിന്റെ ഭാഗമായി ഫണ്ട് നൽകുകയോ ഒന്നും ചെയ്യുന്നില്ല. ഈ ചൂഷണം അവസാനിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകുമ്പോൾ അത് വലിയൊരു വ്യാപാര യുദ്ധത്തിലേക്ക് കടക്കും എന്ന് മാത്രവുമല്ല, നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ പ്രതിഫലനം ഇപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഏത് തരത്തിലായിരിക്കും ഇത് പ്രതിഫലിക്കുക എന്നറിയില്ല. ഇതിൽ എടുത്തു പറയേണ്ടത് ഇപ്പോൾ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് തന്നെ സിറിൽ റോമോപോസെ നേരത്തെ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചപ്പോൾ പറഞ്ഞത് ഡൊണാൾഡ് ട്രംപിന്റെ വിജയം അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നാണ്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ സംഭവിച്ചത്. ദക്ഷിണാഫ്രിക്കയ്ക്ക് മേൽ സാമ്പത്തികമായ സഹായങ്ങൾ നിർത്തിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങളെ പോലും ഇത് ബാധിച്ചേക്കാം എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഏത് നിലയിലായിരിക്കും ഈ വ്യാപാര യുദ്ധം ലോക സാമ്പത്തിക ക്രമത്തിൽ മാറ്റങ്ങൾ വരുത്തുക എന്നത് കണ്ടറിയേണ്ടതാണ്. ശ്രീജ. KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഇനി നമ്മൾ പോകുന്നത് ഇന്നത്തെ ദിവസം വളരെ സ്പെഷ്യലായ ചിലർക്കുള്ള ആശംസകളിലേക്കാണ്. സ്പെഷ്യൽ ഡേ നോക്കാം. ന്യൂസ് 18 കേരളത്തിലെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഞങ്ങളുടെ സഹപ്രവർത്തക ഷീബ ജയൻ, ഞങ്ങളുടെയൊക്കെ ഷീബ ചേച്ചി. ഷീബ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഇപ്പോൾ രാവിലെ കണ്ടപ്പോൾ ഷീബ ചേച്ചി പറഞ്ഞില്ല. എന്തായാലും ഇപ്പോൾ ഈ സ്ക്രീനിലൂടെ ഞങ്ങളുടെയൊക്കെ ഇങ്ങനെ നന്നായി ഒരുക്കി ഇങ്ങോട്ട് അയക്കുന്ന ഷീബ ചേച്ചിക്ക് വളരെ വളരെ സന്തോഷം നിറഞ്ഞൊരു ജന്മദിനം ആശംസിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ഷീബ ചേച്ചി. തിരുവനന്തപുരം ആര്യനാട് സ്വദേശികളായ ബൈജു ഷീജ ദമ്പതികളുടെ മകൻ വിപിന്റെ 20ാം പിറന്നാളാണ് ഇന്ന്. വിപിൻ, ഹാപ്പി ബർത്ത്ഡേ. ചാവക്കാട് എടക്കഴിയൂർ സ്വദേശികളായ സലിമിന്റെയും ജാബിയുടെയും 18ാം വിവാഹ വാർഷികമാണിന്ന്. സലിമിനും ജാബിക്കും ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷികാശംസകൾ. നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ഇതുപോലെ ഞങ്ങളെ അറിയിക്കാം. ആ സന്തോഷ ദിനത്തിൽ ന്യൂസ് 18 സ്ക്രീനിൽ നിങ്ങൾക്കും നമ്മളോടൊപ്പം ഇങ്ങനെ സന്തോഷം പങ്കുവയ്ക്കാം. അതിനായി ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9346975748. വാട്സപ്പ് ചെയ്യേണ്ട ഫോർമാറ്റ് സ്പെഷ്യൽ ഡേ സ്പേസ് നെയിം സ്പേസ് ഫോൺ നമ്പർ. ഇനി നമ്മൾ പോകുന്നത് ഇന്ന് നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളിലേക്ക്. ഇന്ന് ഇത് സംഭവിക്കും. ഒരു മാസത്തോളം നീണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചാരണം ഡൽഹിയിൽ ഇന്നാണ്. പരസ്യ പ്രചാരണം ഇന്നലെ അവസാനിച്ചിരുന്നു. BJP, കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി നേർക്കുനേർ മത്സരിക്കുന്ന ഡൽഹിയിൽ വാശിയേറിയ പോരാട്ടമാണ് ഇത്തവണ നടക്കുന്നത്. 70 മണ്ഡലങ്ങളിൽ നാളെയാണ് വോട്ടെടുപ്പ്.
രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദി പ്രമേയ ചർച്ച തുടരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി ഇന്നുണ്ടാകും. വഖഫ് കുംഭമേള വിഷയങ്ങൾ ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധിക്കാനാണ് സാധ്യത. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന മലയോര സമരയാത്ര ഇന്ന് കോട്ടയം ജില്ലയിൽ പ്രവേശിക്കും. രാവിലെ 10 മണിക്ക് മുണ്ടക്കയത്ത് ജാഥയ്ക്ക് സ്വീകരണം നൽകും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. അമ്മാവൻ ഹരികുമാറാണ് കൊലപാതക കേസിലെ പ്രതിസ്ഥാനത്തുള്ളത്. കുട്ടിയുടെ അമ്മ ശ്രീതുവും റിമാൻഡിലാണ്. നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ പ്രതി ചെന്താമരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 2 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് പോലീസ് ആവശ്യപ്പെട്ടത്. ശേഷം വൻ സുരക്ഷാ വലയത്തിൽ ചെന്താമരയെ തെളിവെടുപ്പിനായി എത്തിക്കും. 500-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇതിനായി നിയോഗിച്ചിട്ടുള്ളത്. റാഗിങ്ങിനെ തുടർന്ന് കൊച്ചിയിൽ സ്കൂൾ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇന്നും തെളിവെടുപ്പ് തുടരും. കൂടുതൽ അധ്യാപകരുടെ മൊഴിയെടുക്കാൻ പോലീസ് നീക്കം. മലപ്പുറം ആമയൂരിൽ നിക്കാഹ് ചടങ്ങുകൾ നടക്കാനിരിക്കെ മരിച്ച ഷൈമ സിനിവറിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സുഹൃത്ത് അപകടനില തരണം ചെയ്തു. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ഫിഷ് മെയ്ഡ് ഓൺലൈൻ കോട്ടയത്ത് ഇന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു. വടവാതൂരിൽ തുടങ്ങുന്ന സ്ഥാപനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന വ്യാപകമായാണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയന്റെ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവും. 39ാമത് ജില്ലാ സമ്മേളനം ഇന്നും നാളെയുമായാണ് നടക്കുക. മുൻ മന്ത്രി എ.പി. അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ക്യാൻസർ ഡേ. ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന ജനകീയ ക്യാമ്പയിന് ഇടുക്കി ജില്ലയിൽ ഇന്ന് തുടക്കമാകും. രാവിലെ 10 മണിക്ക് കുമണിയിൽ ജില്ലാ പ്രസിഡന്റ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് കുറ്റ്യാടി കൈപ്രംകടവിൽ റോഡിലൂടെയുള്ള ഗതാഗതം ഇന്നു മുതൽ നിരോധിച്ചിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ വാഹനങ്ങൾ പെരുവൽ പള്ളിയത്ത് റോഡ് വഴി പോകണമെന്ന് അധികൃതർ അറിയിക്കുന്നു. ദേശീയ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷയോടെ കേരളം. ബാസ്കറ്റ്ബോളിൽ ഇരട്ട സ്വർണം ലക്ഷ്യമിട്ട് കേരളം ഇന്നിറങ്ങും. ഫൈനലിൽ വനിതാ ടീം തെലങ്കാനയെ നേരിടും. പുരുഷ ടീമിന്റെ എതിരാളികൾ മധ്യപ്രദേശാണ്. വാട്ടർപോളോയിലും കേരള വനിതാ ടീമിന്റെ ഫൈനൽ ഇന്ന്. ഇനി ജാഗ്രത. കോട്ടയം ഏറ്റുമാനൂരിൽ തട്ടുകടയിലുണ്ടായ സംഘർഷം നിയന്ത്രിക്കാനെത്തിയ പോലീസുകാരൻ കൊല്ലപ്പെട്ടത് ക്വട്ടേഷൻ ആക്രമണത്തിനിടെയെന്ന സംശയം. ഏറ്റുമാനൂർ തെള്ളകത്ത് തട്ടുകടയിലെ സംഘർഷം പരിഹരിക്കാൻ ഇടപെട്ടപ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥൻ അക്രമിയുടെ ചവിട്ടേറ്റ് മരിച്ചത്. സംഭവത്തിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെരുമ്പായിക്കോട് സ്വദേശി ജിബിൻ ജോർജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാത്രി 1 മണിയോടെ തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിക്ക് മുന്നിലെ തട്ടുകടയിലാണ് സംഘർഷമുണ്ടായത്. ഈ സമയം അവിടെ എത്തിയ ശ്യാംപ്രസാദിനോട് കടക്കാരൻ സഹായം തേടി. ഇതിൽ ഇടപെടുമ്പോഴാണ് അക്രമിയായ ജിബിൻ ജോർജ് ശ്യാമിനെ അടിച്ചു വീഴ്ത്തിയത്. അടിയേറ്റ് നിലത്ത് വീണ ശ്യാമിന്റെ നെഞ്ചിൽ പലതവണ ചവിട്ടി. ഇതാണ് മരണത്തിലേക്ക് നയിച്ചത്. ശ്യാമിന്റെ വാരിയല്ലൊടിഞ്ഞ് ശ്വാസകോശത്തിൽ കയറി. ആന്തരിക രക്തസ്രാവവും ഉണ്ടായതായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. റൌഡി ലിസ്റ്റിലുള്ള ജിബിനെതിരെ 7ഓളം കേസുകൾ നിലവിലുണ്ട്. തട്ടുകടക്കാർക്കിടയിലെ കൊട്ടേഷൻ ഏറ്റെടുത്താണ് ജിബിൻ സ്ഥലത്തെത്തിയതെന്ന് മൊഴിയുണ്ട്. ഇയാൾക്ക് 2022 മുതൽ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ റൌഡി ഹിസ്റ്ററി ഷീറ്റ് ഉണ്ട്. ഇയാൾ മൊത്തം 7 കേസിൽ പ്രതിയാണ്. ഗാന്ധിനഗറിൽ തന്നെ 308 കേസ്, അതുപോലെ ഒരു മോഷണ കേസ്, കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ ഒരു 325 കേസ്, അതുപോലെ സുവമോട്ടോ ആയിട്ട് പോലീസ് എടുത്ത അബ്കാരി ആക്ട് NDPS ഒരു കഞ്ചാവ് ഉപയോഗിച്ചതിനുള്ളൊരു കേസ്.
അങ്ങനെ മൊത്തം 7 കേസിൽ പ്രതിയാണ്. പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. കൂസലില്ലാതെയായിരുന്നു പോലീസിനോട് ജിബിൻ കാര്യങ്ങൾ വിശദീകരിച്ചത്. ശ്യാം പ്രസാദിന്റെ മൃതദേഹം പോലീസ് ക്ലബ്ബിലും വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലും പൊതുദർശനത്തിന് വെച്ചു. മന്ത്രിമാരായ വി എൻ വാസവൻ, റോഷി അഗസ്റ്റിൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA തുടങ്ങി നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. മാഞ്ഞൂർ സ്വദേശിയായ ശ്യാം പ്രസാദ് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണ്. ഭാര്യയും 3 മക്കളുമുണ്ട്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. പത്തനംതിട്ട അടൂരിൽ ക്രിമിനൽ സംഘങ്ങളുടെ അഴിഞ്ഞാട്ടം. 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി ബലമായി മദ്യം കുടിപ്പിക്കുകയും സംഘം ചേർന്ന് മർദ്ദിക്കുകയും ചെയ്തു. കുട്ടിയുടെ സഹോദരനുമായി ബന്ധപ്പെട്ട് സ്കൂളിലുണ്ടായ ചില പ്രശ്നങ്ങളാണ് അതിക്രമത്തിന് കാരണമെന്ന് അച്ഛൻ ആരോപിച്ചു. അടൂർ തെങ്ങമത്ത് കടയിൽ കയറി യുവാക്കൾ മദ്യലഹരിയിൽ ആക്രമണം നടത്തി. സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച രാത്രിയാണ് ഒരു സംഘം യുവാക്കൾ 12-കാരനെ അടൂരിലെ വീട്ടിലെത്തി കാറിൽ കയറ്റിക്കൊണ്ടുപോയി മർദ്ദിച്ചത്. നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ച് അവശനാക്കിയ ശേഷമായിരുന്നു മർദ്ദനം. സഹോദരനായ +2 വിദ്യാർത്ഥിയും മറ്റു ചില വിദ്യാർത്ഥികളുമായി സ്കൂളിൽ നടന്ന പ്രശ്നങ്ങളാണ് 12-കാരനെ മർദ്ദിക്കാൻ കാരണമെന്ന് പിതാവ് പറയുന്നു. ഇതുപോലെ എൻ്റെ മോനെ 7ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുഞ്ഞാണ്. അവൻ ഇന്നലെ രാത്രി 9 മണിക്ക് വീടിൻ്റെ സൈഡിലോട്ട് നിന്ന് ഒരു സംഘം കാറിനകത്ത് ആൾക്കാർ വന്നിട്ട് അവൻ്റെ ചേട്ടൻ +1 എൽമണ്ണ സ്കൂളിൽ പഠിക്കുക. അവൻ്റെ അനിയനാണെന്ന് ചോദിച്ചു കുഞ്ഞിനെ പിടിച്ച് കയറ്റി വണ്ടിയെ കയറ്റിക്കൊണ്ടുപോയി. ലിക്വിഡ് കവളിന് കുത്തിപ്പിടിച്ച് കൊടുത്തതിന് ശേഷം നല്ല ക്രൂരമായി മർദ്ദിച്ച് കുഞ്ഞ് ആവശ്യനിലയിലാണ് വീട്ടിൽ വരുന്നത്. പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തതിന് പിന്നാലെയാണ് യുവാക്കൾ സംഘം ചേർന്ന് വീട്ടിലെത്തിയത്. സഹോദരൻ വീട്ടിൽ ഇല്ലായിരുന്നതിനാൽ 12-കാരനെ ഇവർ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. രാത്രി വൈകി വീടിന് സമീപം അവശനിലയിൽ കണ്ടെത്തിയ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ അടൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അടൂർ തെങ്ങമത്തെ പെട്രോൾ പമ്പിന് സമീപമുള്ള കടയിലാണ് യുവാക്കൾ തമ്മിൽ സംഘർഷം ഉണ്ടായത്. സന്തോഷ്, അഭിരാജ് എന്നിവർ റോഡരികിൽ വെച്ച് ഒരു യുവാവുമായി വാക്കുതർക്കം ഉണ്ടായതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. പിന്നീട് ഈ യുവാവിൻ്റെ നേതൃത്വത്തിൽ 11ഓളം പേർ എത്തിയാണ് ആക്രമണം നടത്തിയത്. കടയിലുണ്ടായിരുന്ന സന്തോഷിനെയും അഭിരാജിനെയും ഇവർ മർദ്ദിച്ചു. പിന്നീട് ഇരു സംഘവും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. കടയിലെ ജീവനക്കാർക്കും കടയുടമയ്ക്കും മർദ്ദനമേറ്റു. കടയിലെ സാധനങ്ങൾ തല്ലി തകർത്തു. സന്തോഷും അഭിരാജും ഉൾപ്പെടെ 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മറ്റു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. കൊച്ചിയിലെ സ്കൂൾ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ സ്കൂളുകളുടെ ഭാഗത്ത് ഗുരുതര വീഴ്ച. മിഹിർ നേരിട്ട ദുരനുഭവം സ്കൂൾ അധികൃതരെ ഇമെയിൽ മുഖേന മിഹിറിന്റെ അമ്മ അറിയിച്ചിരുന്നു. എന്നാൽ 2 സ്കൂളുകളുടെ ഭാഗത്തു നിന്നും തുടർ നടപടി ഉണ്ടായില്ല. വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ സ്കൂൾ അധികൃതർ ഇടപെട്ടോ എന്നും പരിശോധിക്കും. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, അതായത് ഈ തുറന്ന കത്ത് മിഹിറിന്റെ അമ്മ എഴുതുന്നതിന് മുൻപ് തന്നെ സ്കൂളുകളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള പരാതികൾ, അവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകളൊക്കെ ചൂണ്ടിക്കാണിച്ച് അയച്ചിരുന്നു എന്നാണോ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം? അതെ ശ്രീജ, വളരെ വ്യക്തമായിട്ട് തന്നെ ഈ 2 സ്കൂളുകൾക്കും ഈ മിഹിറിന്റെ അമ്മ ഇമെയിൽ അയച്ചിരുന്നു. മിഹിർ സ്കൂളിൽ ഇത്തരം ദുരനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട്, ഇക്കാര്യത്തിൽ അന്വേഷണം വേണം. കാരണം ഈ ഒരു സാഹചര്യത്തിൽ ഈ അമ്മ വിരൽ ചൂണ്ടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തൻ്റെ മകൻ അനുഭവിച്ചതുപോലെ അത്തരം ദുരനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന നിരവധി കുട്ടികൾ ആ സ്കൂളിലുണ്ടാകാം. അത് ആവർത്തിക്കാതിരിക്കാൻ, അതിന് തടയിടാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു ഇൻഫർമേഷൻ എന്നുള്ള നിലയിൽ അമ്മ ഇമെയിൽ അയച്ചിരുന്നത്. അത് പരാതിയായിട്ടായിരുന്നില്ല, അത് തൻ്റെ മകൻ ഇത്തരത്തിൽ ദുരനുഭവങ്ങൾ തൻ്റെ മകന് സ്കൂളിൽ നിന്നും ഉണ്ടായി എന്നുള്ള വെളിപ്പെടുത്തൽ കൂടിയായിരുന്നു സ്കൂളുകൾക്ക് അയച്ച ഇമെയിൽ എന്നാണ് വ്യക്തമാകുന്നത്. അതിനുശേഷവും ഇരു സ്കൂളുകളും
പോലീസിൽ പരാതിപ്പെടുകയോ, അതായത് അമ്മ ഇത്തരത്തിൽ വലിയ പരാതി ഉന്നയിച്ച് വലിയ ദുരനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടി, അത് ശരിക്കും ശിക്ഷാർഹമായ ദുരനുഭവങ്ങൾ തന്റെ മകൻ ഉണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടി മെയിൽ അയച്ചിട്ട് പോലും അത് പോലീസിന് കൈമാറുകയോ അതിൽ തുടർ നടപടികൾ സ്വീകരിക്കുകയോ ഇരു സ്കൂളുകളും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കണ്ടെത്തൽ. അത് മാത്രമല്ല, ഈ കേസിൽ പോക്സോ ചുമത്താനുള്ള സാഹചര്യമുണ്ടോ എന്നുകൂടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വകുപ്പ് അന്വേഷിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഈ സ്കൂളുകളുടെ NOC സംബന്ധിച്ചുള്ള തർക്കവും നിലനിൽക്കുന്നുണ്ട്. അതേസമയം NOC സ്കൂൾ, ഗ്ലോബൽ സ്കൂൾ അവരുടെ NOC സംബന്ധിച്ച വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് വിരൽ ചൂണ്ടുന്നത് സ്കൂൾ അധികൃതരുടെ വീഴ്ചയിലേക്ക് തന്നെയാണ്. ഇത്തരം ഇടപെടലുകൾ, അതായത് ഈ കേസ് ഒതുക്കി തീർക്കാൻ സ്കൂൾ അധികൃതർ ഇടപെട്ടോ എന്നുള്ള കാര്യത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് സംശയമുണ്ട്. ആ കാര്യത്തിൽ വ്യക്തത വരുത്തുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിനുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം സ്കൂളുമായി ബന്ധപ്പെട്ട ഇത്തരം വലിയ ക്രിമിനൽ സ്വഭാവമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ട് എന്നുള്ള വെളിപ്പെടുത്തൽ പുറത്തു വരുമ്പോൾ അതിനെ സാധൂകരിക്കാതെ, അതല്ലെങ്കിൽ അതിന് അത് പരിഹരിക്കാതെ, അതിന് പോംവഴി കണ്ടെത്താതെ ഇത് മറച്ചു വെക്കാനുള്ള നീക്കമാണ് സ്കൂളുകളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഗുരുതര വീഴ്ചയായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. പോലീസിന് ഈ പരാതി കൈമാറിയിട്ടില്ല എന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മിഹിറിന്റെ സഹപാഠികളെയും ചോദ്യം ചെയ്യും. സഹപാഠികളും സോഷ്യൽ മീഡിയകളിൽ നടത്തിയിട്ടുള്ള പബ്ലിക് ചാറ്റുകൾ, പേഴ്സണൽ ചാറ്റുകളുടെ എല്ലാം ഡീറ്റെയിൽസ് ഹാജരാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ സ്കൂളിന്റെ PTA മിനിറ്റ്സും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീജ. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഈ കുട്ടിയുടെ 15-കാരനായ കുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കൃത്യമായി വിവരങ്ങൾ സ്കൂളുകളെ അറിയിച്ചിരുന്നെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തുവരുന്നു. ഈ സംഭവത്തിൽ ഇപ്പോഴും തെളിവെടുപ്പ് ഇന്നും തുടരുകയാണ്. ഇടുക്കി മൂലമറ്റത്ത് കുപ്രസിദ്ധ ഗുണ്ട സാജൻ സാമുവലിനെ കൊലപ്പെടുത്തി മൃതദേഹം ഉപേക്ഷിച്ച സംഭവത്തിൽ നിർണായകമായത് ഓട്ടോ ഡ്രൈവറുടെ വെളിപ്പെടുത്തൽ. പ്രതികൾ സാജന്റെ മൃതദേഹവുമായി സഞ്ചരിച്ച ഓട്ടോ ഡ്രൈവർക്ക് തോന്നിയ സംശയമാണ് ഈ അരുൺ കൊലയുടെ ചുരുളഴിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട 6 പേർ പോലീസിന്റെ പിടിയിലായി. 8 പേരാണ് കൊലയാളി സംഘത്തിൽ ഉണ്ടായിരുന്നതെന്ന് പോലീസ് പറയുന്നു. ഇന്നലെ രാവിലെയാണ് മൂലമറ്റം തേക്കിൻകൂപ്പിൽ പായയിൽ പൊതിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊല്ലപ്പെട്ടത് കുപ്രസിദ്ധ ഗുണ്ടയും കൊലക്കേസ് പ്രതിയുമായ മേലികാവ് സ്വദേശി സാജൻ സാമുവലാണെന്ന് തിരിച്ചറിഞ്ഞത്. 2 ദിവസത്തിലേറെ പഴക്കമുണ്ടായിരുന്ന മൃതദേഹത്തിൽ നിന്ന് ഇടത് കൈ വെട്ടിയെടുത്തിരുന്നു. ശരീരത്തിൽ നിറയെ മുറിവുകളും ഉണ്ടായിരുന്നു. കൊലപാതകത്തിന് പിന്നിൽ മൂലമറ്റം സ്വദേശികളായ 7-അംഗ സംഘമെന്നാണ് സൂചന. ഇതിൽ 6 പേർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. മൃതദേഹം തേക്കിൻകൂപ്പിലെത്തിച്ച ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴിയാണ് കേസിൽ നിർണായകമായത്. കഴിഞ്ഞ 30 രാത്രി 10ഓടെ എരുമാപ്രയിൽ നിന്ന് കേടായ പന്നി മാംസമെന്ന് പറഞ്ഞ് പൊതിഞ്ഞ നിലയിലാണ് മൃതദേഹം 25 കിലോമീറ്റർ അകലെയുള്ള തേക്കിൻകൂപ്പിലെ ട്രാൻസ്ഫോമറിന് സമീപം ഇറക്കിയത്. സംശയം തോന്നിയ ഓട്ടോ ഡ്രൈവർ വിവരം പിതാവിനോട് പറഞ്ഞു. പിതാവ് കാഞ്ഞാർ SI ബൈജു P ബാബുവിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കസ്റ്റഡിയിലെടുത്ത പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മുൻവൈരാഗ്യമാണോ കൊലപാതകത്തിന് കാരണമെന്ന് അന്വേഷിച്ചു വരികയാണ്. നേരത്തെ കൊലക്കേസിൽ പ്രതിയാണ് കൊല്ലപ്പെട്ട സാജൻ സാമുവൽ. ന്യൂസ് 18 ഇടുക്കി. രാവിലെയിൽ നമ്മളൊരു ഇടവേള എടുക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വീണ്ടും മടങ്ങിയെത്താം. അതുവരെ ഇത് കണ്ടോ. സുരേഷ് ഗോപിയുടെ ഉന്നത കുലജാതർ പരാമർശത്തിൽ വിവാദം തുടരുന്നു. കേന്ദ്രമന്ത്രിക്കെതിരെ ഭരണ പ്രതിപക്ഷ നേതാക്കൾ. പരാമർശം വളച്ചൊടിച്ചെന്ന് സുരേഷ് ഗോപി. മൗനം തുടർന്ന് BJP സംസ്ഥാന നേതൃത്വം.
വിവാദ പ്രസ്താവനയിൽ നിന്ന് മലക്കം മറിഞ്ഞ് ജോർജ് കുര്യൻ. സംസ്ഥാനം ധനകാര്യ കമ്മീഷനെ സമീപിക്കാനാണ് പറഞ്ഞതെന്ന വിശദീകരണം. പ്രതികരണം: പ്രസ്താവന വിവാദമായതിന് പിന്നാലെ സംസ്ഥാനത്തിന്റെ ഭാഗമാകേണ്ടവർ വിഘടന്യായം പറയുന്നതായി മുഖ്യമന്ത്രി. കേരളത്തിന്റെ റെയിൽവേ വിഹിതം 3042 കോടി എന്ന അശ്വിനി വൈഷ്ണവ്. കേരളത്തിൽ 35 റെയിൽവേ സ്റ്റേഷനുകൾ വികസിപ്പിക്കും. UPA കാലത്തേക്കാൾ 8 ഇരട്ടിയെന്നും റെയിൽ മന്ത്രി. രാജ്യത്ത് 200 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ അനുവദിക്കും. റോഡുകളിൽ ടോൾ പിരിക്കാൻ സംസ്ഥാന സർക്കാർ. പണം പിരിക്കുക. കിഫ്ബി പദ്ധതി പ്രകാരം പണിയുന്ന റോഡുകൾക്ക് ധാരണ. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിതല യോഗത്തിൽ ഉടൻ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വരും. കോട്ടയത്ത് പോലീസുകാരനെ ചവിട്ടിക്കൊന്ന പ്രതിയുമായി തെളിവെടുപ്പ്. മഞ്ചേരിയിൽ ആത്മഹത്യ ചെയ്ത വിഷ്ണുജ ഭർത്തൃവീട്ടിൽ നേരിട്ടത് കൊടിയ പീഡനമെന്ന് സുഹൃത്ത്. നെന്മാറ കൂട്ടക്കൊലയിൽ തെളിവെടുപ്പിന് പോലീസ് ചെന്താമരയ്ക്കായി കസ്റ്റഡി അപേക്ഷ നൽകി. തൃപ്പൂണിത്തുറ മിഹിർ ആത്മഹത്യയിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. അന്വേഷണം തുടങ്ങി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മൊഴി നൽകി മാതാപിതാക്കൾ. ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്ന് രാഹുൽ ഗാന്ധി. എറണാകുളം വേങ്ങൂരിൽ കോളേജ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു.